സാംസ്കാരിക പ്രഭാഷണവും ആധ്യാത്മിക പ്രഭാഷണവും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഇത് രണ്ടും രണ്ടാണെന്ന ധാരണയാണ് കുറെ ആളുകൾക്കുള്ളത്. എല്ലാ ഭക്തിയും എല്ലാ ആധ്യാത്മികതയും സംസ്കാരത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താ ഈ സംസ്കാരം? സംസ്കാരം എന്ന് പറയുന്നത് നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ടും നല്ല വീടെടുത്തതുകൊണ്ടും നല്ല പെയിന്റ് അടിച്ചതുകൊണ്ടും മാത്രമുണ്ടാകുന്നതൊന്നല്ല സംസ്കാരം. സംസ്കാരം എന്ന് പറയുന്നത് ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി എന്ന്. ഈ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ത്യജിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടതെന്ന ബോധമാണ് സംസ്കാരം. ഇപ്പൊ ഇവിടെ സ്വാഗതത്തിലെല്ലാം ഇവിടെ വന്നപ്പോഴെല്ലാവരും പറഞ്ഞു മഴ പ്രതികൂലമാണെന്ന്. മഴയ്ക്കും പ്രകൃതിക്കും ഭൂമിക്കും അനുകൂലവുമില്ല പ്രതികൂലവുമില്ല, അതതിൻ്റെ സ്വഭാവത്തിൽ അങ്ങ് പോകുന്നു. മഴക്കറിയില്ല എപ്പോ പെയ്യണം എപ്പോ പെയ്യരുതെന്ന് ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് തീരുമാനിച്ചിട്ട് അയക്കുന്നൊന്നുമല്ല. പണ്ടങ്ങനെ സങ്കല്പം ഉണ്ടായിരുന്നു, ദേവേന്ദ്രനാണ് മഴ പെയ്യിക്കുന്നതെന്ന്. ഇത് ശ്രീകൃഷ്ണ തിരുത്തിയത്. ദേവേന്ദ്രനെ പൂജിച്ചാലാണ് മഴ പെയ്യുക എന്ന അഭിപ്രായത്തെ ആദ്യമായി തിരുത്തിയ, ശാസ്ത്രീയമായിട്ട് കാലാവസ്ഥയെ വിലയിരുത്തിയ ആള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അമ്പാടിയിലെ ഗോപന്മാരെല്ലാം തന്നെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് പൂജ കൊടുക്കാൻ വേണ്ടി പോവുക. ഇന്ദ്രനെ പൂജിക്കാൻ വേണ്ടി പോകുമ്പോ കൃഷ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യണ്ട. അതുവരെയുള്ള സങ്കല്പം ഇന്ദ്രന്റെ സേനകളാണ് മേഘങ്ങൾ. ദും 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 ദുന്ദുഭിനാദം നാദം നാദം എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദും 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 ദുന്ദുഭിനാദം നാദം നാദം ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം ദും 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 ദുന്ദുഭിനാദം ഇന്ദ്രധനുസ്സേന്തി വരുന്ന വലാഹകസേനകളെ വന്നാലും ഇതിലേ 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 ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഇന്ദ്രധനുസ്സേന്തി വരുന്ന ഇന്ദ്രന്റെ സേനകളാണ് മേഘങ്ങൾ. എന്നാ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണെന്നും അതുകൊണ്ട് പശ്ചിമഘട്ടത്തെയാണ് സംരക്ഷിക്കേണ്ടതെന്നും. മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് ഓർമ്മയുണ്ടോ? കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് ഓർമ്മയുണ്ടോ? ഈ കാര്യമാണ് ഏതാണ്ട് 2500 കൊല്ലം മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അമ്പാടിയിൽ മഴ പെയ്യുന്നതിന്റെ ആള് ദേവേന്ദ്രനല്ല, ഗോവർദ്ധന പർവ്വതമാണ്. അതുകൊണ്ട് പൂജ കൊടുക്കേണ്ടത് ഗോവർദ്ധനത്തെയാണ് എന്ന് പറഞ്ഞില്ലേ? ഈ പുഴയും മഴയും മലയും വെയിലും കാറ്റും എല്ലാം പ്രകൃതിയുടെ ശക്തിയാണ് നവരാത്രിയിൽ ആദ്യത്തെ 3 ദിവസം ആരാധിക്കുന്നത്. ഈ ആരാധിക്കുന്നതിന്റെ സംസ്കാരം എന്തെന്ന് തിരിച്ചറിയാത്തതിന്റെ ദുരന്തമാണ് ഈ പെരുമഴ. കാലമല്ലാത്തൊരു കാലത്ത് വന്നുള്ള നീലപയോധങ്ങൾ പോന്നു വന്നോ എന്ന് ജ്ഞാനപ്പാന് കൃഷ്ണഗാഥയിൽ പറയുന്നുണ്ട്. കാലമല്ലാത്തൊരു കാലത്ത് അകാലവർഷമാണ്. അകാലവർഷമാണിപ്പോ. സാധാരണ നമ്മൾ പറയും കാലവർഷം തുടങ്ങി. കാലവർഷം എന്ന് പറഞ്ഞാൽ ശരിയായ കാലത്ത് പെയ്യുന്ന വർഷമാണ് കാലവർഷം. ഇപ്പൊ കാലത്തുണരുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കൃത്യസമയത്ത് ഉണരുന്നതിനാണ് കാലത്തുണരുക എന്ന് പറഞ്ഞാൽ രാവിലെ ഉണരുക എന്നല്ല, ഉണരേണ്ട സമയത്ത് ഉണരുന്നതിനെയാണ് കാലത്തുണരുക എന്ന് പറയുക. നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോ ഉണരേണ്ട സമയത്തല്ല, ഇവിടെ പോയിട്ട് അമ്പലത്തിൽ ഗ്രന്ഥവും വെക്കും, പുസ്തകത്തെ പൂജിക്കുകയും ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച ഒരു ചാൻസ് കിട്ടിയാൽ മിക്ക വീട്ടിൽ നിങ്ങൾ ചെന്ന് നോക്കുക, ഞായറാഴ്ച പല വീട്ടിലും ഞാൻ രാവിലെ 9 മണിക്കും 10 മണിക്കൊക്കെ പോയാൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാവും 10 മണി വരെ കിടന്നുറങ്ങുന്നു. ചോദിക്കുമ്പോൾ പറയും ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച എന്ന് പറയുന്നത് ഞായർ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ ആർക്കത്? ഞായർ എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ടൊന്ന് കൈപൊക്കിയട്ടെ. ഞായർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയുന്ന ആരും കൊണ്ടൊന്ന് കൈപൊക്കൂ, ഒന്ന് വിളിച്ചു പറയൂ. ഞായർ എന്ന വാക്കിന്റെ അർത്ഥം ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. ആർക്കും അറിയില്ല. ഞായർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് കണ്ടെത്തിയാൽ മനസ്സിലാവും. ഞായറിന്റെ ഇംഗ്ലീഷ് സൺഡേ എന്നാ. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന അർത്ഥം കേട്ടോ. ഞാറ്റുവേലയില്ലേ, ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ 27 ഞാറ്റുവേലകളാണ് ഒരു വർഷം.
13 ദിവസമാണ് ഒരു ഞാറ്റുവേല. അതിലൊരു ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല. പലരും ഞാറ്റുവേല എന്ന് വിചാരിച്ച് പറഞ്ഞപ്പോ തെറ്റിദ്ധരിച്ചു പോയി ഇത് ഞാറ് നടുന്ന വേലയെന്ന. അല്ല, ഞായർ വേല എന്ന് പറയുന്നത് സൂര്യന്റെ വേലയാണ്. ആ സൂര്യൻ ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആ സൂര്യന്റെ ദിവസമാണ് ഭാരതത്തിൽ. സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ദൈവവിശ്വാസം ആരംഭിക്കുന്നത്. അറിയുമോ? ആദ്യത്തെ പ്രാർത്ഥനാ മന്ത്രം ഏതാണെന്നറിയുമോ? ഇതൊക്കെ മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പോവുക, ആടെ കുറച്ച് നേർച്ച കൊടുക്കുക, ആടുന്ന് കിട്ടുന്ന ഭസ്മം തൊടുക, ആടുന്ന് കിട്ടുന്ന ചന്ദനം തൊടുക, എന്നിട്ട് ദൈവമേ എന്നെ A+ വാങ്ങി തരണേ. എന്റെ നാട്ടിലുണ്ട് ഒരു നീലക്കരിങ്കാളി അമ്പലം. ആ അമ്പലത്തിൽ കഴിഞ്ഞ മെയ് 8-ാം തീയതി ഭയങ്കര തിരക്ക്. എന്താ തിരക്ക്? ഞാൻ അടുത്ത വാദ്യക്കാരനെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ വാദ്യക്കാരൻ പറഞ്ഞു ഇന്ന് SLC റിസൾട്ടാ, കുട്ടികളെല്ലാം വന്നിട്ട് 200, 500, 100 ഇട്ടിട്ട് ഫുൾ A+ കിട്ടണേ എന്നാ പ്രാർത്ഥന. എല്ലാം വന്നിട്ട് ഫുൾ A+. ഞാൻ ഒറ്റ ചിരിച്ചപ്പോൾ എൻ്റെ മോനുണ്ട് കാറിൽ. മോൻ ചോദിച്ചു അച്ഛൻ എന്തിനാ ചിരിച്ചേ? ഞാൻ പറഞ്ഞു നീലക്കരിങ്കാളിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ച. കാരണം ഇവന്റെ പേപ്പർ വാല്യുവേഷൻ മുഴുവൻ 3 ആഴ്ച മുമ്പ് കംപ്ലീറ്റ് ആക്കി, അത് മുഴുവൻ ടാബുലേഷൻ നടത്തി കടലാസിൽ മാർക്ക് എഴുതി വെച്ചു അല്ലേ. അത് മുഴുവൻ നെറ്റിൽ അടിച്ചു കയറ്റി. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ആ എൻ്റർ ബട്ടൺ അമർത്തിയാൽ ഇത് നെറ്റിൽ അപ്ലോഡ് ആവും. അപ്പൊ ലോകത്തിന്റെ ഏത് മൂലക്കുന്ന് ഇവന്റെ മാർക്ക് ഡൗൺലോഡായി കിട്ടും. അന്നേരാണ് ഇവൻ കൊണ്ടുപോയിട്ട് 500 രൂപയും കൊടുത്തിട്ട് എനിക്ക് ഫുൾ A+ വേണമെന്ന് നീലക്കരിങ്കാലിയോട് പറയുന്നത്. 3 മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നീലക്കരിങ്കാലി തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോണ്ടി വരും. വേണ്ടേ? അവിടെ പോയിട്ട് ഇവൻ എഴുതിയ മാർക്ക് തിരുത്തിയിട്ട് ഇവന് ഫുൾ A+ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇത് കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണ്ടേ. കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയില്ലല്ലോ. അപ്പൊ പാസ്വേഡ് അറിയില്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കയറാനുള്ള സൂത്രം കൊള്ള നടത്തുക. അതിന് കമ്പ്യൂട്ടർ ഭാഷയെ പറയാ ഹാക്ക് ചെയ്യാന്ന്. അങ്ങനെ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടി കൊടുത്തിട്ട് ഫുൾ A+ ഉണ്ടാക്കുന്ന ആളാണ് ദൈവമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന രക്ഷിതാവിനും അധ്യാപകർക്കും ആദ്യം ചൂരൽ കൊണ്ടൊരടി കൊടുക്ക്. ഇതാണ് ദൈവവിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു നമ്മളെ. ഇതൊന്നും അല്ല ദൈവവിശ്വാസം. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലുള്ള പ്രകാശത്തെ വളർത്തുകയാണ്. ആ വളർത്താനാണ് ആദ്യത്തെ വേദമന്ത്രങ്ങളുടെ മൂലമന്ത്രം. അറിയുമോ? ആദ്യം പ്രാർത്ഥിച്ചത് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ബുദ്ധി നന്നായിട്ട് വളരുന്നുണ്ട്. നമ്മുടെ 10 ഇരട്ടി ബുദ്ധി നമ്മുടെ കുട്ടികൾക്കുണ്ട്. പക്ഷേ അത് മനസ്സായി മാറാത്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക കുട്ടികളും A+ ആണ്. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നമ്മളെല്ലാം നല്ല പ്രിയപ്പെട്ട നടനായിട്ട് കണ്ട പ്രധാനപ്പെട്ട 2 യുവ നടന്മാർ, കുട്ടികളൊക്കെ മാതൃകയാക്കിയിരിക്കുന്ന, സ്റ്റാറ്റസ് ആക്കിയിട്ട് ഫോട്ടോ വെച്ചിരിക്കുന്ന 2 നടന്മാര് ഇന്ന് കൊച്ചിയിൽ കൊക്കൈൻ കഴിച്ചതിന്റെ പേരിൽ, മയക്കുമരുന്ന് പാർട്ടി നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പോവാ. നല്ല വിവരമുണ്ട്. എന്താ കാര്യം? ഇവിടെ ഓർക്കാട്ടേരി പഞ്ചായത്താവട്ടെ, ഇത് എടച്ചേരി പഞ്ചായത്താവട്ടെ, ഓർക്കാട്ടേരി പഞ്ചായത്താവട്ടെ, സ്കൂളിൽ പോവാത്ത ഒരു കുട്ടിയില്ല. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. ഈ പഠിച്ച കുട്ടികളിൽ 2 എണ്ണമാണ് മയക്കുമരുന്ന് കഴിച്ചിട്ട് അവിടെ ഏറാമലയിൽ കിടന്ന് മരിച്ചത്. ഇല്ലേ? മരിച്ചില്ലേ? നല്ലോണം പഠിച്ച കുട്ടികളല്ലേ? മയക്കുമരുന്ന് കഴിച്ചിട്ട് ഏറാമലയിൽ കിടന്നു മരിച്ചു. കണ്ടില്ലേ നിങ്ങൾ? എന്തുകൊണ്ടാണെന്നറിയുമോ? ബുദ്ധി കൂടുന്നതിനനുസരിച്ച് മനസ്സ് വർദ്ധിക്കണം. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതേ. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. എങ്ങനെയാണ് ഉഷസന്ധ്യകളാകുന്നത്? മനസ്സിലാണ്, ബുദ്ധിയിലല്ല. ബുദ്ധിയും മനസ്സും 2. ഈ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുമ്പോ നേര് കണ്ടെത്താൻ വേണ്ടിയിട്ടാ പഠിക്കുന്നത്. നേരിനെ നെറിവാക്കി മാറ്റുമ്പോഴാണ് മനസ്സും വിവേകവും ഉണ്ടാവുന്നത്. ആ വിവേകം ഉണ്ടാവണം. അതിനാണ് മനസ്സുണർത്താൻ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ.
ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ആദ്യത്തെ മന്ത്രം. ഈ മന്ത്രത്തിന്റെ അടിത്തറയിലാണ് നവരാത്രി ഉണ്ടാവുന്നത്. എന്താ നവരാത്രി? മനുഷ്യന്റെ ഭൂമിയിൽ നിന്ന് മനുഷ്യന് സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പുത്രിയാണ് സ്വർഗപുത്രി നവരാത്രി. സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി എന്ന പാട്ടും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ പാട്ടിന്റെ എല്ലാം ഈണം കേട്ടപ്പോ ഒരർത്ഥം അറിയണം. സാഹിത്യമാണ് നമുക്ക് ദൈവങ്ങളെ തന്നത്. ഞാനിപ്പോ ചൊല്ലിയ മന്ത്രത്തിന്റെ പേര് ഗായത്രി എന്നാണ്. ഗായത്രി, സൂര്യഗായത്രി, സൂര്യന്റെ പ്രകാശത്തെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങുന്ന പ്രക്രിയ. അതാണ് ധിയോയോന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞ ബുദ്ധി, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. അതാണ് ഗായത്രി മന്ത്രത്തിന്റെ അവസാനത്തെ വരി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. ആ പ്രകാശം ഉള്ളിലേന്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നവരാത്രി ഉണ്ടാവുന്നത്. എന്താ ഈ നവരാത്രി? നവം എന്ന് പറഞ്ഞാൽ 9 എന്ന് അർത്ഥമുണ്ട്, നവം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നും അർത്ഥമുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും പുതുക്കുമ്പോഴാണ് നിങ്ങളുടെ അറിവ് പ്രജ്ഞയായി മാറുന്നത്. നിങ്ങൾ ഇന്നലെ ഇല്ലാത്ത എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ഇന്നുണ്ടാവുകയും ഇന്നലെ വരെ നമ്മൾ പഠിച്ച അറിവുകളെല്ലാം ഇന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് പ്രകർഷേണ ഉള്ള ജ്ഞാനമായി മാറുന്നത്. ജ്ഞാനം ഏതൊരറിവും അവിടെ തന്നെ കിടന്നാൽ ഏതൊരു വസ്തുവിനെ പോലെയും അത് കെട്ടുമാറും. അതിനെ നിരന്തരം പുതുക്കിക്കൊണ്ടും നിരന്തരം പ്രകർഷം നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ അത് പ്രകർഷ പ്രജ്ഞയായി മാറുന്നുള്ളൂ. അതാണ് പ്രജ്ഞ. ആ പ്രജ്ഞാപരാധമാണ് ഈ മഴ പെയ്യാൻ കാരണം. എന്താണ് ഭൂമിയെ പറ്റി പഠിച്ചത്? എന്താണ് സൂര്യനെ പറ്റി പഠിച്ചത്? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബാന്ധവത്തെ കുറിച്ചിട്ടുള്ള അതിന്റെ രസതന്ത്രവും അതിന്റെ തത്വശാസ്ത്രവും അതിന്റെ കാലാവസ്ഥാ നിയമവും നമുക്കറിയാത്തതിന്റെ, അറിഞ്ഞിട്ടും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചതിന്റെ ദുരന്തമാണ് മേഘസ്ഫോടന മഴയുണ്ടാകുന്നത്. എൻ്റെ നാട്ടിൽ ഇന്നലെ മട്ടന്നൂർ വിമാനത്താവള പരിസരത്ത് മേഘസ്ഫോടന മഴയുണ്ടായിട്ട് അതിന്റെ പരിസരത്തുള്ള വീട്ടിലെല്ലാം വെള്ളം കയറി. എന്താ ഈ മേഘസ്ഫോടന മഴ? മേഘങ്ങൾ കാലേ വർഷിക്കുന്നത് മെല്ലെ മെല്ലെ പശുവിന്റെ അകിടിൽ നിന്ന് പാല് ചുരത്തുന്നത് പോലെയായിരുന്നു പണ്ട് മഴ പെയ്യുന്നത്. ചിങ്ങമാസത്തിൽ ചിനിങ്ങിയിട്ട് ആയിരുന്നു മഴ പെയ്യുന്നത്. അല്പാൽപ്പം ചുരത്തും. അതാണ് അങ്ങനെ മെല്ലെ മെല്ലെ ചുരത്തുന്ന ആ മഴ മാറിയിട്ടിപ്പോ അകിട് ഒന്നിച്ചടർന്നു വീഴുന്നത് പോലെയാവും. നിങ്ങൾ തെങ്കാശിപ്പട്ടണം എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? തെങ്കാശിപ്പട്ടണം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ദിലീപും സലീം കുമാറും കൂടി ഇവന്റെ കാമുകി കാവ്യമാധവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പശുവിന്റെ തോല് തലയിലൂട്ട വെച്ചിട്ട് ദേവോ എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് അല്ലേ? അപ്പൊ ഇവര് പശുവിനെ നാട്ടുകാർ കണ്ടിട്ട് അടിച്ചോടിക്കുമ്പോ ഇവർ അടികിട്ടാതിരിക്കാൻ വേണ്ടി നേരെ പശുക്കളെ കെട്ടുന്ന ആലേക്ക് കയറിയിരുന്നു. ആലെ കയറി നിന്നപ്പോ അവിടെ പശുവിനെ കിടക്കുന്ന മച്ചാൻ വർഗീസ് ഇവൻ പോയിട്ട് പശുവിനെ കറക്കാൻ നോക്കി. ഇത് മനുഷ്യരാണെന്ന് മനസ്സിലാവാതെ പശുവിന് വെള്ളം ഇങ്ങനെ ചീറ്റിയിട്ട് അകിട് പിടിച്ചിട്ട് നോക്കുമ്പോൾ അകിട് കിട്ടുന്നില്ല. അപ്പൊ ഉടൻ തന്നെ സലീംകുമാർ ഒരു സൂത്രം, ഇവന്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിരുന്നു. കൈകൾ ഇട്ട് വെക്കുന്ന ഒരു റബ്ബറിന്റെ സാധനമില്ലേ, ഈ ഗ്ലൗസ് ഊതി പൊന്തിച്ച് കെട്ടിയിട്ട് അതിന്റെ 4 വിരലുകൾ ഇങ്ങനെ മുല പോലെ ഇങ്ങനെ താണു വെക്കുമല്ലോ പശുവിന്റെ, അതൊന്നിട്ട് താഴ്ത്തി കൊടുക്കും. ആ മുല പിടിച്ച് വലിക്കാൻ തുടങ്ങി ആര്? മച്ചാൻ വർഗീസ്. ഇത് അകിടെല്ലാം അയാൾക്കറിയില്ലല്ലോ. പിടിച്ചു വലിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ ശക്തിയിൽ പിടിച്ചു വലിച്ചപ്പോ ഇതങ്ങളെ പോയി സലീംകുമാറിന്റെ ഈ അകിടിങ് അറ്റ് വീണ കണ്ടിട്ട് ഇവ ബോധം കെട്ട് വീണൊരു രംഗമുണ്ട്. മനോഹരമായ രംഗം. ഈ അവസ്ഥയാണ് നമ്മുടെ മേഘങ്ങൾ അല്പാൽപ്പം ചുരത്തുന്നതിന് പകരം ഒന്നിച്ച് താഴോട്ട് വരുന്നത് പ്രജ്ഞാപരാധം കൊണ്ടാണ്. എന്താണ് പ്രജ്ഞാപരാധം? ഈ പ്രകൃതിയും നവരാത്രിയിൽ ആദ്യത്തെ 3 ദിവസം ആരാധിക്കുന്നത് ശക്തി ദേവതയാണ്. ആരാ? കളിയമ്പള്ളി.
കളിയാമ്പള്ളി ഭഗവതി എന്ന് പറയുന്നത് പ്രകൃതിയാണ്, ഭൂമിയാണ്. ഭൂമിയെ അമ്മയായി കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പണ്ടത്തെ ആളുകൾ രാവിലെ എണീറ്റിട്ട് അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുമ്പോ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ചവിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രമാകുന്ന വസ്ത്രമുടുത്തവളേ ദേവി, പർവ്വതങ്ങളാകുന്ന സ്ഥനമുള്ളവളേ, വിഷ്ണുവിന്റെ പത്നിയായി വിരാജിക്കുന്നവളെ എന്റെ കാഴ്ച വിട്ടു പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ നിലത്ത് കാല് കുത്തുമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അമ്മയ്ക്ക് തുല്യമായി ആരാധിച്ചിരുന്ന ഒരു കാലം, പുഴയെ വെള്ളത്തെ ആരാധിച്ചിരുന്ന കാലം. ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ആ ബക്കറ്റിൽ ആ മഗ്ഗിലെ വെള്ളവും കയ്യിൽ പിടിച്ചിട്ട് ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് തന്നെ ഒഴിച്ച് എന്നിട്ട് മാത്രം മുക്കി തലയിൽ ഒഴിക്കുന്ന കാലമുണ്ടായിരുന്നു. വെള്ളത്തെ ആരാധിക്കാൻ പഠിച്ചിരുന്നു. മണ്ണിനെ ആരാധിക്കാൻ ശ്രീ കുരുവായിരുന്നു മണ്ണ്. കുരു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും അല്ലെ ഉരുണ്ടതാണല്ലോ. ഗോളം എന്ന് പറഞ്ഞാൽ ഉരുണ്ടതാണ്. ഈ ഗോളം എന്നത് സംസ്കൃത വാക്കാ. അതിന് പച്ച മലയാളത്ത് പറയുന്ന കുരു. നക്ഷത്രങ്ങളും സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമെല്ലാം കുരുവാൻ. കാരണം അത് പ്രപഞ്ചത്തിന്റെ തനത് ഭാവമാണ്. ആരാ ഇത് ഉരുട്ടിവിട്ടത്? ആരും ഉരുട്ടണ്ട. പ്രപഞ്ചത്തിൽ എന്ത് വസ്തു പദാർത്ഥങ്ങളും സ്വതന്ത്രമായി വിട്ടാൽ അത് ഉരുണ്ടുകൂടും, ഉരുത്തിരിയും. അതാണ് ഉരുത്തിരിയ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളൊരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ആകാശത്തേക്ക് ഒഴിക്കൂ. മഗ്ഗിന്റെ ഷേപ്പിലല്ല നിൽക്കുക. ആ വെള്ളമെല്ലാം ഓരോ ഗോളാകൃതിയിലായി. ഇതാരാ ഉരുട്ടി വിടുന്നത്? നമ്മൾ ഈ ചപ്പാത്തിക്ക് ഉരുട്ടുമ്പോൾ കുഴക്കട്ടക്ക് ഉരുട്ടാൻ എത്ര സമയം എടുക്കൂ? എന്നാൽ ഈ വെള്ളം എത്ര തുള്ളികളായിട്ട് സ്വയം ഉരുണ്ട് വരുന്നത് പ്രപഞ്ചത്തിന്റെ തനതു ഭാവമാണത്. അതാണ് ഉമ്മ. ആ ഉരുണ്ട ഭാവം അതിന് പച്ച മലയാളത്തിൽ കുരു എന്ന് പറയും. നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കുരുവാണ്, ഉരുണ്ടിട്ടാണ്. പക്ഷെ അതില് ശ്രീയുള്ള ഒരു കുരുവേ ഉള്ളൂ. എന്താ ശ്രീ? ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം. ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. ആ കുരുവാണ് ശ്രീ കുരു. അതാണ് ഭൂമി, അതാണ് അമ്പ, അതാണ് നമ്മുടെ അമ്പ, അതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ. പാട്ട് കേട്ടിട്ടില്ലേ? ശ്രീ കുരുമ്പ എന്ന് പറയുന്നത് കുരു അമ്പയാണ്. അത് ശ്രീ കൂർമ്പയായി. ശ്രീ കൂർമ്പയാണ്. പിന്നെ ചീറുമ്പക്കാവ്, മുഴപ്പിലങ്ങാട് ചീറുമ്പക്കാവിൽ തെയ്യം ഒന്ന് കേട്ടിട്ടില്ലേ? ചീറുമ്പക്കാവുന്നത് അങ്ങനെയാ. ശ്രീ കുരുമ്പയാണ്. ഈ കുരു ഭൂമിയാണ്. അത് നമ്മുടെ അമ്മയാണ്. ആ അമ്മയെ അപമാനിക്കാതെ, ആ അമ്മയുടെ പച്ചപ്പട്ടാടകൾ നശിപ്പിക്കാതെ, സൂര്യൻ കൊടുത്ത വസ്ത്രത്തെ പിച്ചു ചീന്താതെ, അമ്മയ്ക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്ത വസ്ത്രത്തെ പിച്ചു ചീന്തുന്നവരല്ലേ നമ്മൾ? അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ കുറേ മാമന്മാരുണ്ട്. ആ വീട്ടിന്റെ മുറ്റത്തൊരു തെങ്ങുണ്ടെങ്കിൽ, അവിടെ ഒരു മാവുണ്ടെങ്കിൽ, അവിടെ ഒരു പ്ലാവുണ്ടെങ്കിൽ ആദ്യം ഇവന്റെ തള്ളൽ തുടങ്ങും. ഈ മാവ് മുറിക്കണം കേട്ടോ, ഈ പ്ലാവ് മുറിക്കണം കേട്ടോ, ഇത് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനെ ചൂല് കൊണ്ട് അടിച്ചു പുറത്താക്കുക, അല്ലെങ്കിൽ അവനെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. കാരണം മരം കണ്ടാ ദേഷ്യം വരുന്ന, മരം കണ്ടുകൂടാത്ത, ഇതിന്റെ ഇല വീണ അടിച്ചു മാരണ്ടേ എന്ന് പറയുന്ന ഭീകരന്മാരാണ് ഈ മഴക്കുത്തരവാദി. മരം കണ്ടൂടാ, സസ്യങ്ങൾ കണ്ടൂടാ, പുല്ല് കണ്ടാ ദേഷ്യം വരും. പുല്ല് ചത്തല പ്രധാനം. ഈ ഭൂമിക്ക് ചുറ്റുവട്ടം മണ്ണ് കാറ്റത്തും വെള്ളത്തിലും ഒലിച്ചു പോകാതെ മണ്ണിനെ കാത്തുരക്ഷിക്കുന്ന ഭൂമിയുടെ ദിവ്യ ആവരണമാണ് പുല്ല്. അറിയും, പുല്ലൊരു തമാശ കളിയല്ല. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് പുല്ലാണ്. ആ പുല്ലാണ് നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അനന്തകോടി ജീവജാലങ്ങളുടെ സുരക്ഷാ കവചം പുല്ലാണ്. ഉറുമ്പുകളും ചെതലുകളും ഈ ഭൂമിയിൽ ഇല്ലാതായാൽ അന്ന് ഈ ഭൂമി മരുഭൂമിയാകും. അറിയുമോ? ഉറുമ്പും ചെതലുമാണ് ഈ ഭൂമിയെ ബാക്ടീരിയകളെ നിലനിർത്തുന്നത്. അതില്ലാതായാൽ, ഉറുമ്പില്ല. അതുകൊണ്ട് ആ കർണാടകത്തിൽ വീട്ടിൽ ഉറുമ്പ് കയറിയാൽ അപ്പൊ തന്നെ വിളക്ക് വെച്ച് ആരാധിക്കും. അവര് ഉറുമ്പ് കയറിയാൽ ആരാധിക്കും. ഐശ്വര്യമാണെന്ന് അവരുടെ സങ്കല്പം. തമിഴ്നാട്ടുകാര്
വീടെടുത്ത സ്ഥലത്ത് താമസിക്കുന്ന ഉറുമ്പുകൾക്കും ചെതലുകൾക്കും ഡെയിലി ഭക്ഷണം കൊടുക്കും അവര്. അതുകൊണ്ടാണ് അരിപ്പൊടി കൊണ്ട് രാവിലെ മുറ്റത്ത് കളം വരയ്ക്കുന്നത്. മനസ്സിലായോ? അരിപ്പൊടി കൊണ്ട് കളം വരയ്ക്കുന്നത്. ഇതിന്റെ അർത്ഥം അറിയാത്ത ചില വിഡ്ഢികൾ കളം വരയ്ക്കുന്ന അരിപ്പൊടിക്ക് പകരം പെയിന്റോട്ട് വരച്ചു വെക്കും. എന്നാ പിന്നെ ദിവസം വരക്കേണ്ടത്. ഉറുമ്പിന് കൊടുക്കണമെന്ന തേന തെക്തേന ഭുഞ്ചീത. ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു വചനമാണ് തേന തെക്തേന ഭുഞ്ചീത. നീ കൊടുത്തിട്ട് തിന്നുക. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നുള്ളിച്ചാടുന്ന കണ്ടിനോ? നമ്മൾ പറഞ്ഞു കൊതി കൂടുന്നതിനാണ്. അല്ല, കൊതി കൂടുന്നതിനല്ല, ഉറുമ്പിനോ ചെതലിനോ കൊടുത്തിട്ടേ തിന്നാവൂ. അതാ നുള്ളിച്ചാടുന്നത്. അപ്പൊ തമിഴ്നാട്ടുകാർ കൊടുക്കും, കർണാടകക്കാർ കൊടുക്കും. നമ്മുടെ വീട്ടിൽ ഉറുമ്പ് വന്നാലോ ഉടൻ തന്നെ നമ്മള് ഈച്ചപ്പൊടി എടുത്തിട്ട് ഓടും, അല്ലേ? അടിയെല്ലാം വേറും. അല്ലെങ്കിൽ മാരക വിഷമായ ഒരു ചോക്കുണ്ട്, അല്ലേ? ആ ചോക്ക് കൊണ്ട് വരക്കും, ഇങ്ങോട്ട് കയറണ്ടാൻ. ആ ഉറുമ്പിനും അവകാശമുള്ളതാ. ആ ഉറുമ്പും ചെതലും ഈ ഭൂമിയിൽ എന്നില്ലാതാവുന്നുവോ അന്ന് ഭൂമി മരുഭൂമിയാകും. അതുകൊണ്ടാ പണ്ടെല്ലാം വീടിന് കുറ്റിയടിക്കുമ്പോ ആ കുറ്റിയടിക്കുന്ന 5 സെന്റ് സ്ഥലത്ത് ഞാൻ തറ കെട്ടുന്ന അത്രയും സ്ഥലത്ത് താമസിക്കുന്ന പാമ്പുകളെ, പഴുതാരകളെ, തേളുകളെ, അരണകളെ, ഒന്തുകളെ, ഇവർക്കെല്ലാം നഷ്ടപരിഹാരമായിട്ട് അവല്, മലര്, കൽക്കണ്ടം, കരിമ്പ്, ശർക്കര, മുന്തിരി, പഴം എന്നിവ ആ ജീവജാലങ്ങൾക്ക് കൊടുത്തിട്ട് സമ്മതം വാങ്ങും. ഞാനിവിടെ വീടെടുക്കുക, നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് മാറിപ്പോവോ, ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് സമ്മതം വാങ്ങാനാണ് കുറ്റിയടിക്കുമ്പോ ഈ അവലും മലരെല്ലാം വെച്ചിട്ട് ഭൂമി പൂജ നടത്തുന്നത്. ആ ഭൂമി പൂജ നടത്തിയിട്ട് അവിടെ താമസിക്കുന്ന ഈ ജീവജാലങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഇത് മുഴുവൻ ആ മണ്ണിൽ തൂവിക്കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നാ ദുഷ്ടന്മാരായ നമ്മള് കുറ്റിയടി, ദേവതാരത്തിന്റെ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഭാര്യ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി മുറത്തിലിട്ട് മുറിച്ചിട്ടിട്ട് നമ്മൾ എന്നെ അടിക്കും, അല്ലേ? എന്തായാലും അർത്ഥം അറിയില്ല. അതാണ് ആ ജീവജാലങ്ങൾക്ക് മുഴുവൻ ഉണങ്ങി, വെയില് കൊണ്ട് ഉണങ്ങിപ്പോകാതിരിക്കാനുള്ള കവചമൊരുക്കുന്നതാണ് പുല്ല്. ആ പുല്ല് കണ്ടുകൂടാ. നമ്മുടെ പ്രധാനപ്പെട്ട പണി എന്താ? പുല്ല് ചെത്തല. പുല്ലാണ് അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ പ്രഭാതത്തിൽ വലിച്ചെടുത്തിട്ട് മണ്ണിനെ നനയ്ക്കുന്നത് പുല്ലാണ്. എല്ലാ പുൽക്കൊടിത്തുമ്പിലും രാവിലെ മഞ്ഞുതുള്ളികൾ ഉണ്ടാവില്ലേ? ആ മഞ്ഞുതുള്ളികളിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നിട്ടാണ് കവികൾക്ക് സൗന്ദര്യ ഭാവനകൾ ഉണ്ടായത്. അങ്ങനെയാണ് അവരെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികളെ നോക്കിയിട്ട് കവിതകൾ എഴുതിയത്, പാട്ടുപാടിയത്. കിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറി ദിനകര കരങ്ങൾ പവിഴ മാലികകൾ അണിഞ്ഞു എന്ന് പാട്ടുപാടിയത്. അതുകൊണ്ട് പുല്ല് വെറും പുല്ലല്ല. ആ പുല്ല് വളരെ ഗൗരവമുള്ളതാണ്. ഈ പുല്ലും മരവും കണ്ടുകൂടാത്ത നമ്മൾ നാട്ടുകാർക്ക് മാനസിക രോഗ. അവരാണ് ഈ മഴയുടെ ആളുകൾ, അകാല മഴ വർഷം ഉണ്ടാക്കുന്ന ആളുകൾ. സ്വർണത്തേക്കാൾ മനുഷ്യന് ഉപകാരം പുല്ലുകൊണ്ടാണ്. സ്വർണം കൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടെന്ന് പറഞ്ഞാട്ടെ. ഇതിങ്ങനെ കാഴ്ചക്ക് വെക്കുക എന്നല്ലാതെ. അപ്പൊ ചോദിക്കും, ബാങ്ക് പണയം വെച്ച പൈസ കിട്ടൂലേന്ന്. ബാങ്കിൽ ഇത് ഉറപ്പിന് വെക്കുന്ന ഒരു സാധനം എന്നല്ലാതെ ബാങ്കുകാരത് കൊണ്ടുപോയി പുഴുങ്ങി തിന്നുവോ? ഇല്ലല്ലോ. അത് ഉറപ്പിന് അവിടെ വെക്കുക എന്നല്ലാതെ നമുക്ക് പ്രത്യക്ഷത്തിൽ സ്വർണം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ആകെ ഒറ്റൊരു ഉപകാരമേ ഉള്ളൂ സ്വർണം കൊണ്ട്. പഴയൊരു സിനിമാ പാട്ടുണ്ട്, തങ്കഭസ്മക്കുറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും. ഞാനെന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? തങ്കഭസ്മം ഉണ്ടാക്കാൻ സ്വർണം കത്തിച്ചതിന്റെ ഭസ്മമാണ് പണ്ട് മരുന്ന്, തങ്കഭസ്മം. ഇതല്ലാതെ പൊന്നുകൊണ്ട് ഒരു ഗുണമൊന്നും ഇല്ല. എന്നാ പുല്ല് കൊണ്ട് 1000 ഗുണമുണ്ട്. അപ്പോ ഇനി ആരോടൊക്കെ ഇഷ്ടം വന്നാൽ എന്റെ പൊന്നേ എന്നല്ല പറയേണ്ടത്, എന്റെ പുല്ലേ എന്നാ പറയേണ്ടത്. ഇനി ആരോടൊക്കെ ദേഷ്യം വന്നാൽ പുല്ലേ എന്നല്ല പറയേണ്ടത്, പൊന്നേ എന്നാ പറയേണ്ടത്. മനസ്സിലായോ? ഇതാണ് പ്രജ്ഞ, ഇതാണ് തിരിച്ചറിവ്. നമ്മൾ ഇതുവരെ കണ്ടും കേട്ടതും ഒന്നുമല്ല. സ്വയം തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവില്ലാതെ ഈ അമ്പലത്ത് കഴിഞ്ഞിട്ട്, അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് പോകുന്ന ഇവിടുത്തെ യുവാക്കളും യുവതികളും കുട്ടികളും എല്ലാം ഇവിടുന്ന് വാങ്ങുന്ന ഐസ്, ഇവിടുന്ന് വാങ്ങുന്ന ഓക്കെ, ഇവിടുന്ന് വാങ്ങുന്ന ലേസ്, അതിന്റെ എല്ലാം പാക്കറ്റ് ഈ മുറ്റത്ത് എറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടും അവിടെ നിവേദ്യം സമർപ്പിച്ചിട്ടും അവിടെ വഴിപാട് സമർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അമ്മയെ അപമാനിച്ചിട്ട് ഈ അമ്മ ബാക്കിയെല്ലാം സ്വന്തം നെഞ്ചോട് ചേർക്കും.
ഭൂമിദേവിയുടെ പ്രത്യേകത, നമ്മൾ എന്ത് മാലിന്യമിട്ടാലും ഭൂമി തന്നോട് ചേർക്കും. അതിന്റെ തെളിവാണ് ഒരു 10-30 കൊല്ലമായിട്ടുള്ളൂ നമ്മളെ നാട്ടിലെല്ലാം കക്കൂസ് വന്നിട്ടല്ലേ? സത്യല്ലേ? ഒരു 40 കൊല്ലം മുമ്പുള്ള ഒരു 50-60 വയസ്സുള്ള ആളോട് ചോദിച്ചു നോക്കൂ, അവരെല്ലാം ബാല്യത്തിൽ എവിടെയായിരുന്നു കക്കൂസ്? തൈക്കുണ്ടിലും കുണ്ടടയിലും ആയിരുന്നില്ലേ മൂലധന നിക്ഷേപം? അല്ലേ? അന്ന് ഈ തൈക്കുണ്ടിലും കുണ്ടടയിലുള്ള ആ മാലിന്യം എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? അത് മുഴുവൻ മണ്ണ് തൻ്റെതാക്കി മാറ്റിയില്ലേ? അന്നത്തെ കാലത്ത് തെങ്ങിന് നല്ല തേങ്ങയുണ്ടായിരുന്നു ഈ തൈക്കുണ്ട് പോകുന്നതുകൊണ്ട്. ഇന്ന് അത് പോയി കക്കൂസ് വന്നപ്പോ തേങ്ങയും കുറഞ്ഞു മണ്ടരിയും കൂടി, അല്ലേ? തേങ്ങയും കുറഞ്ഞു മണ്ടരിയും കൂടി. മണ്ണിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഉർവരതയാണ്. എല്ലാം തന്നിലേക്ക് ആവാഹിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ മണ്ണിലേക്ക് ചേർക്കാൻ പറ്റാത്ത ഒരു ഭീകരമായ രാക്ഷസൻ ആണ് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയും പ്ലാസ്റ്റിക് സഞ്ചിയും പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റുകളും ഈ മണ്ണിലേക്ക് വലിച്ചെറിയുകയോ അല്ലെ കത്തിച്ചിട്ട് അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന ഭീകരന്മാരാണ്. ഗാസയിലെ ഭീകരന്മാരെക്കാൾ, തീവ്രവാദികളെക്കാൾ ഭീകരന്മാർ അടുത്ത തലമുറയടക്കം നശിപ്പിക്കുന്ന ഭീകരന്മാരായിട്ട് അവരെ പരിഗണിക്കണം. അതാണ് പ്രജ്ഞാപരാധം. ഈ മണ്ണും നമ്മളും തമ്മിൽ ചേരണം. ഈ ചേരുന്നതിൽ നിന്ന് പുറകോട്ട് പോയ കൊണ്ടാണ് അന്തരീക്ഷത്തിൽ ചൂട് കൂടിയാൽ എന്താവും? പുഴയിലെയും തോട്ടിലെയും കടലിലെയും വെള്ളം ബാഷ്പീകരിച്ചു കൂടി. ബാഷ്പീകരണം കൂടുമ്പോ ഈ വെള്ളം മുഴുവൻ ആകാശത്ത് പോയാൽ അവിടെ സ്റ്റോക്ക് ചെയ്യാൻ വേറെ സംവിധാനമൊന്നും ഇല്ലല്ലോ. മേലോട്ട് പോയതെല്ലാം താഴോട്ട് വരണ്ടേ? മേലോട്ട് പോയതെല്ലാം താഴോട്ട് വരണല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ ബാഷ്പീകരണം കൂടുമ്പോൾ കൂടുതൽ മഴ കൂടും, മേഘസ്ഫോടന മഴയുണ്ടാകും. ആഗോളതാപനത്തിന് ആരാണ് ഉത്തരവാദി? മനുഷ്യർ ഈ ഭൂമിയിൽ സംസ്കാരം ആരംഭിച്ചിട്ട് 17-ാം നൂറ്റാണ്ടിൽ വ്യവസായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായതിനു ശേഷമാണ് അന്തരീക്ഷ താപം കൂടിയത്, പുകകൾ ഉണ്ടായത്, മോട്ടോർ കാറുകൾ പുകകൾ ഉൽപ്പാദിപ്പിച്ചത്, നമ്മൾ അടിച്ചുവാരി തീ കത്തിക്കാൻ തുടങ്ങിയത്. ഇലയെ അടിച്ചുവാരി കത്തിക്കുന്നു. ഈ ഇലകൾ മണ്ണിൽ അവിടെ ഇട്ടാൽ അതിൽ കിട്ടുന്ന നല്ല നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും നല്ല വളമാണ് ഈ ഇലകളിലുള്ളത്. എന്നാൽ കത്തിച്ചാൽ അതിലാകെ കിട്ടുന്നത് പൊട്ടാഷ് മാത്രമാണ്. നൈട്രജനും ഫോസ്ഫറസും ആണ് കത്തിച്ച് കളയുന്നത്. എന്തൊരു നഷ്ടബോധമാണ്. എന്നിട്ടും നമ്മൾ അടിച്ചു വാരി കത്തിക്കുന്ന വിഡ്ഢിത്തം ചെയ്യുക. എന്നിട്ട് പറയാ എനിക്ക് വിവരമുണ്ട്, സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെന്ന്. അടിച്ചു വാരി കത്തിക്കുന്നവരാണ് ഈ മഴയ്ക്ക് ഉത്തരവാദി. അടിച്ചു വാരിയ പിന്നെ എന്ത് ചെയ്യണം? ഒന്നും വേണ്ട, ഒരു കുഴി കുഴിച്ചിട്ട് അതിന്റെ മേലെ ഒരു രണ്ട് പോങ്ങ മണ്ണാടി ഇട്ട് കൊടുത്താൽ മതി. അത് ഒരാഴ്ച കൊണ്ട് മണ്ണ് തൻ്റെതാക്കി മാറ്റിക്കളയും. ഒരു കത്തിക്കലും വേണ്ട. അതുകൊണ്ട് പ്രജ്ഞാപരാധമാണ് മഴയുണ്ടാകാൻ കാരണം. ഈ പ്രജ്ഞയുണ്ടാക്കുന്ന മനസ്സിലുണരൂ ഉഷസന്ധ്യയായി, അതാണ് വിദ്യ. ആ വിദ്യയെ പ്രാർത്ഥിക്കാൻ ലോകത്ത്, വിദ്യയെ പ്രാർത്ഥിക്കുന്ന, വിദ്യയെ ആരാധിക്കുന്ന ലോകത്തെ ഒരേ ഒരു ജനത ഭാരതീയരാണ്, നമ്മളാണ്. മറ്റെല്ലായിടത്തും ഒരുപാട് ദൈവങ്ങളുണ്ട്. പക്ഷെ അറിവെന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർ നമ്മൾ മാത്രമാണ്. അത് ഒരു ദിവസമല്ല. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഒരു ദിവസം, ശ്രീരാമ നവമി ആഘോഷം ഒരു ദിവസം. എന്നാൽ വിദ്യയെ പ്രാർത്ഥിക്കുന്നത്, ഭൂമിയെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ശാക്തേയ പൂജ. ശാക്തേയ പൂജ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് ശക്തി. പ്രകൃതി എന്ന ശക്തി ദേവത, ആ ശക്തിയുടെ മുന്നിൽ ഒന്ന് കുലുങ്ങിയാൽ, ഒരു കാറ്റടിച്ചാൽ തകർന്നു വീഴാനുള്ളതേ ഉള്ളൂ. ആ ശക്തിയെ പ്രാർത്ഥിക്കുന്ന, അതുപോലെ താമരപ്പൂവിൽ കയറി നിന്നാലും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാത്ത വിധത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണുണ്ട്. അവളാണ് സരസ്വതി. അറിവ് കൂടുമ്പോ അഹന്ത, കനം കുറയും. അപ്പൊ നല്ല അറിവുണ്ടായാൽ ഒട്ടും കനമില്ല. അതുകൊണ്ട് ആ സരസ്വതി താമരപ്പൂവിന്റെ മേലെ കയറി നിന്നാൽ പൂവ് മുങ്ങിപ്പോകാത്ത എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? കുറച്ച് +2 A+ കിട്ടുമ്പോഴേക്ക് ഇവന്റെ എല്ലാവരും ഗമ എന്തായിരിക്കും? ഞാൻ ഡിഗ്രിയാ, എന്താ ഗമ? ഈ A+ വാങ്ങിയവരും ഡിഗ്രി വാങ്ങിയവരും എല്ലാം ഒരു 10 ചോദ്യം ഞാൻ ചോദിച്ചാൽ സകല ഗമയും അവിടെ തകർന്നു വീഴുന്നത് കാണാം. പോണോ? നിങ്ങൾക്ക് അധിക സമയമില്ല, 2-3 ചോദ്യം ചോദിക്കാം. എല്ലാ ഗമയും തകർന്നു വീണാണോ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, പിന്നെ വ്യാഴം, വെള്ളി, ശനി, ആഴ്ചകൾ 7. ആഴ്ചക്ക് എന്താ 7 ദിവസമായേ? അത് 8 ദിവസമാവാഞ്ഞ്
ഈ 7ന്റെ കണക്കെന്താന്ന് അറിയുന്ന ആരും കൊണ്ട് ഇപ്പൊ 500 രൂപ തരും. ഞാൻ ഇപ്പൊ കയറി വന്നിട്ട് ആഴ്ചക്ക് എന്താ 7 ദിവസമായി എന്നുള്ള കണക്കറിയുന്ന ആരും ഉണ്ടെങ്കിൽ 500 രൂപ ആയിട്ട് അറിയാമോ? ആരെ കൊണ്ടോ വെല്ലുവിളി ഏറ്റെടുക്കാൻ? A+കാരെ ഉണ്ടോ? ചോദിച്ചിട്ടില്ല. മാഷന്മാരില്ലേ ഇവിടെ? അവര് പഠിപ്പിച്ചിട്ടില്ല. 1 മണിക്കൂറിന് 60 മിനിറ്റാണ്. 60ന്റെ കണക്കറിയുന്ന ആരെ കൊണ്ടോ? എന്താ 60 മിനിറ്റായി? 60ന്റെ കണക്കെന്താ ചോദിച്ചോ? 500 രൂപ തരും. ഇല്ല. പോട്ടെ, ഒന്നും കൂടി. ഇങ്ങനത്തെ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് കാര്യം ലോകത്തുണ്ടെന്ന് തിരിച്ചറിയാനാ ഞാൻ ചോദിച്ചത്. ചില ആള് A+ കിട്ടുമ്പോഴേക്കും ഞാൻ സർവജ്ഞ പീഠം കയറി, ഇനി എനക്ക് അറിയാത്ത ലോകത്തൊന്നുമില്ല എന്ന ധാരണ. ലോകത്തെ ഏറ്റവും വലിയ അറിവ് തനിക്കെന്തറിയില്ല എന്നറിവാണ്. തനിക്കെന്തറിയില്ല എന്നറിവാണ് ഏറ്റവും വലിയ അറിവ്. 3ാമത്തെ ചോദ്യം, ഒരു ദിവസത്തിന് 24 മണിക്കൂറായിട്ട് എന്തുകൊണ്ട് വിഭജിച്ചു? ആ 24ന്റെ കണക്കറിയുന്ന ആരും കൊണ്ടോ? ഇല്ല. ഉണ്ടോ? അറിയുന്ന ആളുടെ ഇവിടെ കയറി വന്നിട്ട് പറഞ്ഞ 500 രൂപ ഇപ്പൊ തരും. ഇല്ല. ഇതാ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ നമ്മളെ കാര്യം. നമ്മൾ പഠിച്ചിരിക്കുന്നത് അറിവിന്റെ മഹാസാമ്രാജ്യത്തിന്റെ, മഹാസാഗരത്തിന്റെ, അവിടെ പോയാൽ സമുദ്രത്ത് പോയാലും പാത്രത്ത് കൊള്ളുന്നതേ നമുക്ക് മുക്കിയെടുക്കാൻ പറ്റൂ. ഈ പാത്രം വലുതാക്കൽ മാത്രമേ മാർഗമുള്ളൂ കേട്ടോ. ഈ മനസ്സാകുന്ന പാത്രം വലുതാക്കണം. ആ പാത്രം വലുതാക്കണമെങ്കിൽ ദേവിയെ ആരാധിച്ച് 9 രാത്രി വ്രതമനുഷ്ഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിനെ നവീകരിക്കണം. അതാണ് നവീകരിച്ച് നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നിന്മന്ദഹാസമാം ചന്ദ്രികയാലൊരു എന്മന കണ്ണുകൾ തുറക്കട്ടെ, മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. മനക്കണ്ണ് തുറക്കണം. നവനവ ചിന്തകൾ ഉണ്ടാവണം. പുതിയ ചിന്തകൾ ഉണ്ടാവണം. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വരിയിലാണ് അറിവിനെ കുറിച്ചിട്ട് ആദ്യം പരാമർശിക്കുന്നത്. അതിനുശേഷമാണ് ലളിതാ സഹസ്രനാമവും, അതിനുശേഷമാണ് ദേവി മഹാത്മ്യമൊക്കെ വരുന്നത്. അറിവിനെ കുറിച്ച് ആദ്യം പറയുന്ന ഉപനിഷത്ത് എന്താ? ഈശാവാസ്യ ഉപനിഷത്തിലെ അവസാനത്തെ വരി വിദ്യാമൃതമശ്നുതേ. എന്താണ് അതിന്റെ അർത്ഥം? വിദ്യ. എന്താ വിദ്യ? വെളിച്ചമെന്നാണ്. വിദ്യുച്ഛക്തി, വെളിച്ചം തരുന്ന ശക്തിയാ. ഇടിമിന്നലിനാണ് ആദ്യം വിദ്യ എന്ന് പേര് വന്നത്. ഇടിമിന്നലിന്റെ വെളിച്ചമില്ലേ? ഇടിമിന്നലിന്റെ പര്യായം അപരകോശത്തിൽ പറയുന്നു വിദ്യുത്ത്, തടിത്ത്, സൗമിനി, സൗദാമിനി. വിദ്യുത്ത്, തടിത്ത്, സൗമിനി, സൗദാമിനി, ഇതല്ല ഇടിമിന്നലാണ്. നമ്മുടെ നാട്ടിലായിരുന്നു സൗമിനിയും സൗദാമിനിയും ഉണ്ടോ? ഒരാൾക്കും അറിയില്ല ഞാൻ ഇടിമിന്നലാണെന്നുള്ള വാക്കിന്റെ അർത്ഥമാണെന്ന് അറിയില്ല. ഈ വിദ്യുത്ത് പ്രകാശമാണ്, മിന്നൽ പോലുള്ള പ്രകാശം. ആ പ്രകാശം, ഇടിമിന്നലിന്റെ പ്രകാശത്തിന്റെ പ്രത്യേകത അത് വെറും വെളിച്ചം മാത്രമല്ല, ഊർജം തരുന്നു. ആ വിദ്യുത് ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് മെല്ലെ പറയുമ്പോ ഈ ശബ്ദം ഒച്ചത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. ഈ മൈക്രോഫോൺ എന്റെ ശബ്ദ തരംഗങ്ങളെ പിടിച്ചെടുത്തിട്ട് അത് വൈദ്യുത കാന്തിക തരംഗങ്ങളാക്കിയിട്ട് അത് നേരെ ആംപ്ലിഫയറിൽ കൊണ്ടുപോയിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് വർദ്ധിപ്പിച്ചിട്ട് ബോക്സിലേക്ക് തള്ളി വിടുന്നത് കൊണ്ടാണ് ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നത്. വിദ്യുത് ശക്തി കൊണ്ടാണ്, പ്രകാശത്തിന്റെ ശക്തി കൊണ്ടാണ് എന്റെ തൊണ്ടയിൽ നിന്ന്, കണ്ടത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത്. പ്രകാശത്തിന്റെ ശക്തി കൊണ്ടാ. എന്ത് പ്രകാശം? സൂര്യപ്രകാശമാണിത്. ഈ ശബ്ദോർജം സൗരോർജമാ. എങ്ങനെ ഈ ശബ്ദോർജം എങ്ങനെയാ സൗരോർജമായ? എന്റെ തലയിൽ സൗരോർജ പാനലൊന്നും വെച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഈ സൗരോർജത്തെ ഞാൻ പിടിച്ചെടുക്കുന്ന? ഞാനല്ല പിടിച്ചെടുത്തത്. അങ്ങ് ആന്ധ്രയിൽ കർഷകരും തൊഴിലാളികളും നട്ട നെൽച്ചെടിയുടെ നെല്ലോലകളാണ് ആ സൗരോർജ പാനൽ. ആ നെല്ലോലകളിൽ ആ സൂര്യപ്രകാശം പതിച്ചപ്പോൾ അവിടെ നടന്ന ഒരു അത്ഭുത പ്രക്രിയയുണ്ട്. മനുഷ്യരൊന്നും ഉണ്ടാക്കാത്ത പ്രകൃതിയുടെ അത്ഭുത പ്രക്രിയ, പ്രകാശ സംശ്ലേഷണം. ഇംഗ്ലീഷിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയും.
ആ സംഭവം ഉള്ളതുകൊണ്ടാ ഭൂമിയിലും ജീവൻ ഉണ്ടായത്. അതില്ലായിരുന്നുവെങ്കിൽ ഈ വെളിച്ചത്തിൽ നിന്ന് ഊർജം ശേഖരിക്കുവാനുള്ള സൂത്രം സസ്യങ്ങളിൽ നിക്ഷേപിച്ചത് കൊണ്ട് ആ സസ്യങ്ങളില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവൻ ഉണ്ടാവില്ല. ആ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം ഉണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ് നിന്ന് ട്രെയിനിൽ കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം കടന്ന് തലശ്ശേരിക്കപ്പുറത്ത് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ ഇറക്കി അവിടുന്ന് കൂത്തുപറമ്പെന്ന് 12 കിലോമീറ്റർ അപ്പുറത്തുള്ള ചിറ്റാരിപ്പറമ്പിലെ ബാസ്വാട്ടിന്റെ റേഷൻ പീടിയെ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 4 ദോശ ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജമാണ് എന്റെ കണ്ഠത്തിൽ നിന്ന് സ്വനവേടകത്തിന്റെ വൈബ്രേഷൻ ആയിട്ട് ശബ്ദ തരംഗങ്ങളായിട്ട് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോ ശബ്ദത്തിൽ പ്രകാശത്തിൽ നിന്ന് ഊർജമുണ്ടാവോ? ആ വിദ്യ പ്രകാശം, ആ വിദ്യ പുറത്തുള്ള വെളിച്ചമല്ല, അകത്തുള്ള വെളിച്ചമാവുമ്പോൾ അറിവായി മാറും. അകത്തും പുറത്തും വെളിച്ചമുണ്ട്. പുറത്തുള്ള വെളിച്ചം പക്ഷികൾക്കും കാണാം, മൃഗങ്ങൾക്കും കാണാം, പുറത്തുള്ള വെളിച്ചം. പക്ഷെ അകത്ത് വെളിച്ചം ഉണ്ടായപ്പോഴാണ് മനുഷ്യനുണ്ടായത്. മനുഷ്യനെ മനുഷ്യനാക്കിയത് വിദ്യയാണ്. ശരീരം കൊണ്ടല്ല നമ്മൾ മനുഷ്യരായത്. ശരീരം കൊണ്ട് നമ്മളുടെ കണ്ണുകൾ 2 മൃഗത്തിനും നമുക്കും, കാതുകൾ 2 മൃഗത്തിനും നമുക്കും, മൂക്കിന് 2 ദ്വാരമാണ് മൃഗത്തിനും നമുക്കും, ശ്വസിക്കുന്ന വായു ഓക്സിജനാണ് മൃഗങ്ങളും നമ്മളും, പുറത്തേക്ക് വിടുന്ന വായു കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മളും മൃഗങ്ങളും. നമ്മുടെ ചോരക്കും മൃഗങ്ങളുടെ ചോരക്കും ചുവപ്പാണ്, നമ്മുടെ എല്ലിനും മൃഗങ്ങളുടെ അസ്ഥിക്കും വെളുപ്പാണ്. ശരീരം കൊണ്ടല്ല നമ്മൾ മനുഷ്യരായത്. അവരെല്ലാ വെളിച്ചവും പുറത്തെ വെളിച്ചം കാണുന്നുണ്ട് ഇല്ലേ? നമ്മൾ മനുഷ്യരായത് അകത്ത വെളിച്ചം ഉണ്ടായപ്പോഴാണ്. അതാണ് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം. അരണ്യാന്തരങ്ങളിൽ, കാട്ടിനകത്ത് അന്ന് ട്യൂബ്ലൈറ്റ് ഇല്ല, CF ഇല്ല, LED ബൾബില്ല. ഓടലെണ്ണ കൊണ്ട് കത്തിക്കുന്ന തിരിയുടെ വെളിച്ചത്തിൽ ഇരുന്നിട്ട്, ഗഹ്വരോദരങ്ങളിൽ ഗുഹയ്ക്കകത്തിരുന്നിട്ട്, സിന്ധു നദിയുടെ കറുത്ത മണൽത്തട്ടുകളിൽ ഇരുന്നിട്ട് ആരായിരുന്നോ ഈ പ്രപഞ്ചത്തിന്റെ പരിണാമം, മാറ്റങ്ങളുടെ, സർഗക്രിയകളുടെ സാരം, മാറ്റത്തിന്റെയും സൃഷ്ടിയുടെയും അന്തസത്ത എന്തെന്ന് തേടി അലഞ്ഞു പണ്ട് അവരുടെ ദർശനം. അവരാണ് മനുഷ്യരിലേക്ക് നമ്മളെ മാറ്റിയെടുത്തത്. മൃഗത്തിൽ നിന്ന്, കാട്ടാളത്വത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് നമ്മളെ മാറ്റിയെടുത്തത് അകത്ത വെളിച്ചമുണ്ടായപ്പോഴാണ്. ആ അകത്ത വെളിച്ചത്തിനാണ് ദർശനം എന്ന് പറയുക. ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച. ഉച്ചയിലിരുമൂടി കിട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പ രക്ഷയിലു സത്യമാം 18 തൃപ്പടിയുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനേ. ദർശനം നൽകണേ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? എന്ത് ദർശന? ഇവിടുന്ന് ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടി കെട്ടുകളും താങ്ങി 18 പടി കേറി ഭഗവാനെ തൊഴുമ്പം അവിടെ യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് വിചാരിച്ചുവോ നിഷ്കളങ്കരെ? അല്ല. ആ വിഗ്രഹത്തിന്റെ അപ്പുറത്തൊരു ആന്തരിക ദർശനമുണ്ട്. ആ ദർശനം ചാന്ദാഗോപനിഷത്തിൽ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉടലെടുത്തതാണ്. ആ ദർശനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് തത്വമസി. അത് നീയാകുന്നു.
അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ബ്രഹ്മമാകുന്നു, അത് തന്നെ നീയുമാകുന്നു. അപ്പൊ നീയും ഞാനും രണ്ടല്ലാതാകുന്നു. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്ന് തന്നെയാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ദൈവങ്ങളെ പ്രത്യേകത നിങ്ങൾ നോക്കൂ. ഒരു മനുഷ്യനല്ലേ. ഇവിടെ തെയ്യമുണ്ടോ? ഇവിടെ തെയ്യമുണ്ടോ? ഇല്ല. കളയാമ്പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ മാൻതേര്, പട്ടിലേരി, മടപ്പരൊക്കെ ഏറ്റവും വലിയ തെയ്യ കളയാമ്പള്ളി തെയ്യം. കളിയാമ്പള്ളി എന്ന് പറഞ്ഞാൽ വലിയ തെയ്യാണ്. നിങ്ങൾ യൂട്യൂബിൽ വെറുതെ കളിയാമ്പള്ളി എന്ന് അടിച്ചു നോക്കിയാൽ എന്റെ നാട്ടിലെ മാൻതേരിയിലെ കളിയാമ്പള്ളി ദേവിയുടെ തെയ്യം കാണാം. മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെടുക അല്ലേ? പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി. അതല്ലേ അയ്യപ്പൻ? പന്തളത്ത് രാജാവ് എടുത്തു വളർത്തിയ കുട്ടിയാണ് അയ്യപ്പനായി ഉയർത്തപ്പെട്ടത് അല്ലേ? കോയമ്പത്തൂരിന്റെയും അട്ടപ്പാടിയുടെയും മധ്യത്തിൽ ഒരു മലയുണ്ട്. ആ മലയുടെ പേര് മരുതുമല എന്നാണ്. ആ മരുതുമലയിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് മുരുകൻ എന്നാണ്. ആ മുരുകനാണ് മരുതുമലൈ വാണവലേ മുരുകയ്യ. അതാണ് സുബ്രഹ്മണ്യനായി ഉയർത്തപ്പെട്ടത്. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറിനപ്പുറത്ത് ഇരുവേശി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ അയ്യങ്കര നാടുവാഴിയുടെ ഭാര്യ പാർവതിക്കുട്ടിയമ്മ എന്ന പാടിക്കുറ്റിയമ്മ കുളിക്കാൻ പോയപ്പോ മക്കളില്ലാത്ത ദുഃഖത്തിൽ സങ്കടത്തോടെ ജീവിക്കുന്നവര് കണ്ണിന് ആനന്ദകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു കുട്ടി പുഴയിലൂടെ ഒഴുകി വരുന്നു. അതൊരു തിരുനെറ്റിക്കല്ലിൽ തട്ടി നിൽക്കുകയാണ്. ആ കുട്ടിയുടെ തിരുനെറ്റി ഈ കല്ലിൽ തട്ടി. അന്നു മുതൽ ആ കല്ലിനറിയപ്പെടുക തിരുനെറ്റിക്കല്ല് എന്നാണ്. അങ്ങനെ കിട്ടിയ കുട്ടിയാണ് സാക്ഷാൽ മുത്തപ്പനായി മാറിയത്. പറശ്ശിക്കടവ് മുത്തപ്പനായി മാറിയത്. മനസ്സിലായോ? കുട്ടി ശാസ്താവ് ആണ് കുട്ടിച്ചാത്തനായി മാറിയത്. കുളിയൻ എന്ന പയ്യനാണ് ഗുളികനായി മാറിയത്. അല്ലേ? അറിവുള്ള പുരുഷന്മാരോട് വേദങ്ങളിൽ തർക്കിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മുച്ചിലോട്ട് അമ്മയായി മാറിയത്. അല്ലേ? മാക്കം മനുഷ്യൻ ദൈവമായി മാറിയതല്ലേ? അല്ലേ? കതിവന്നൂർ വീരൻ ദൈവമല്ലേ? നിങ്ങളുടെ നാട് ഇതിനടുത്താണല്ലോ ഉദയനന്റെ നാട്. എൻ്റെ നാട്ടിൽ ഒരു തെയ്യമുണ്ട്, ഉദയനൻ തെയ്യം. അറിയുന്നത്? എൻ്റെ നാട്ടിൽ ഉദയനൻ തെയ്യമാ. തേങ്കാട് കുട്ടിച്ചാത്തം മഠത്തിൽ ഉദയനം തെയ്യം കെട്ടിയാടുന്നുണ്ട് എല്ലാ കൊല്ലവും. മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെടുകയാണ്. നിങ്ങൾ ദർശനമുണ്ടാകുമ്പോ ഞാനും നീയും ദൈവവും ഒന്നു തന്നെ. ഇതാണ് മൂന്ന്. തൊട്ട് തലയിൽ വെക്കുന്ന മൂന്നില്ലേ? ഒന്ന് എനിക്ക്, മനുഷ്യന്, ഒന്ന് പ്രകൃതിക്ക്, ഒന്ന് ദൈവത്തിന്. അതാ 3 പ്രാവശ്യം തൊട്ട് തലയിൽ വെക്കുന്ന. 3 പ്രാവശ്യം ബലം വെക്കുന്നില്ലേ? കല്യാണ പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് 3 ദീപം ബലം വെക്കുന്നത് 3 പ്രാവശ്യം, പ്രദക്ഷിണം ചെയ്യുന്നത് 3 പ്രാവശ്യം. പ്രളയജലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ ത്രയങ്ങൾ പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. കേട്ടിട്ടുണ്ടോ? പ്രകൃതി, ഈശ്വരൻ, മനുഷ്യൻ. ഇത് മൂന്നും കാലത്തിന്റെ പ്രതിരൂപങ്ങളാണ്. ഇതിനെ മൂന്നിനെയും ഒരുമിച്ചു ചേർക്കുന്ന തത്വമസി, അദ്വൈതം രണ്ടല്ല എന്നറിവാണ് വിദ്യയാമൃതമശ്നുതേ. ആ അറിവാണ് തത്വമസി. ആ അറിവ് ഉള്ളിലേക്ക് ഏറ്റുവാങ്ങുന്നു. വിദ്യ, പ്രകാശം, ആന്തരിക ദർശനം. നമ്മുടെ എല്ലാ ദൈവതത്വശാസ്ത്രങ്ങളും ദാർശനികമാണ്. അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അതിൻ്റെ ഉപരിപ്ലവമാണ്. അത് പരന്നിട്ടാണ് കിടക്കുന്നത്. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങളോട് ദർശനങ്ങൾ ചേർത്തില്ലെങ്കിൽ പ്ലസ് ഉണ്ടാവില്ല മക്കളെ. പ്ലസ് ഉണ്ടാവില്ല, മൈനസാണ് ഉണ്ടാവുക. ഈ മൈനസും പ്ലസും എങ്ങനെയാ ചിഹ്നത്തിന്റെ അർത്ഥം അറിയാവോ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെയുള്ള വര എക്സ് ആക്സിസ്, ഇങ്ങനെയുള്ള വര വൈ ആക്സിസ്. ഞങ്ങൾ പഠിക്കുമ്പോൾ എക്സ് അക്ഷം വൈ അക്ഷം എന്ന് പറയും. ഈ ആചാരാനുഷ്ഠാനങ്ങൾ എക്സ് ആക്സിസ് ആണ്, ഉപരിപ്ലവമാണത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റിയത് കൈകൊണ്ട് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ ഓരോ
ദൈവസങ്കല്പത്തിന്റെയും ഓരോ പുരാണ കഥയുടെയും മനുഷ്യനും കാലവും ദേശവുമായി ബന്ധപ്പെട്ട ഒരു ദർശനമുണ്ട്. ആ ദർശനം വൈ ആക്സിസ് ആണ്. ഇങ്ങനെയും കൂടി വരച്ചാലേ പ്ലസ് ആവൂ, ഇങ്ങനെ മാത്രമായ മൈനസാ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അമ്പലങ്ങൾ വളരുന്നു, പള്ളികൾ വളരുന്നു, ആരാധനാലയങ്ങൾ വളരുന്നു, ഉത്സവങ്ങൾ വളരുന്നു, പ്രാർത്ഥനകൾ വളരുന്നു, എല്ലാ വീട്ടിലും പൂജാമുറി ഉണ്ടാകുന്നു, എല്ലായിടത്തും ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നു, സ്വർണ്ണ പ്രശ്നം വെക്കുന്നു, അഷ്ടമംഗല്യ പ്രശ്നം വെക്കുന്നു, താമ്പൂല പ്രശ്നം വെക്കുന്നു, ഘോഷയാത്രകൾ പെരുകുന്നു, എല്ലാം പെരുകുന്നു. പക്ഷേ മനുഷ്യൻ മാത്രം നന്നാവുന്നില്ല. എന്താ അത്? മനുഷ്യന്മാരുടെ നന്മ വളരുന്നുണ്ടോ? സ്നേഹം വളരുന്നുണ്ടോ? ദയ വളരുന്നുണ്ടോ? കാരുണ്യം വളരുന്നുണ്ടോ? സഹാനുഭൂതി വളരുന്നുണ്ടോ? സംസ്കാരം വളരുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അറിവ് വളരുമ്പോ, വിശ്വാസം വളരുമ്പോ ഈ 6 വളർന്നിട്ടില്ല, പിന്നെ അതിനെ കൊണ്ടെന്താ കാര്യം? ഇത് വളരാതിരിക്കുന്നതിന്റെ കാര്യം ഉപരിപ്ലവമാണല്ല. ഒന്നിനും ദാർശനികമായ ആഴമില്ല. ഇങ്ങനെ വരച്ചാലേ പ്ലസ് ആവൂ, ഇങ്ങനെ മാത്രം വരച്ച മൈനസാ, ഇങ്ങനെ മാത്രം വരച്ച മൈനസാ. ആ ഉപരിപ്ലവമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദാർശനികവും അറിവിന്റെയും ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾക്ക് വിദ്യയുണ്ടാകുന്നത്. അത് അമൃതമാക്കണം. എന്താ ഈ അമൃതം? മൃതം എന്ന് പറഞ്ഞാൽ മരണം. മൃതശരീരം, ചത്തുപോയ ശരീരം മൃതശരീരം. അമൃതമോ? മരിക്കാതിരിക്കണം. മരിക്കാതിരിക്കണം എന്ത് വേണം? നിങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. നിങ്ങൾ ജീവനുള്ള നല്ല ശരീരം, നിങ്ങൾ അനങ്ങാതെ ഒരു 25 ദിവസം ഒരു സ്ഥലത്ത് കിടക്കൂ. നിങ്ങൾ നവീകരിച്ചില്ല, കുളിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, ഒന്ന് എഴുന്നേറ്റ് നടന്നില്ല, 25 ദിവസം കഴിഞ്ഞാൽ അത് മൃതമാകും. ഉറപ്പാ. അനങ്ങാതിരുന്നാ മതി. മരിക്കാൻ അനങ്ങാതിരുന്നാ മതി. ജീവിതം എന്ന് പറയുന്ന അനങ്ങലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളോട് ഇപ്പൊ എന്തെങ്കിലും അച്ഛനമ്മമാരോ മാഷന്മാരോ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ചേ ചെയ്യട്ടെ എന്ന് പറയില്ലേ? കുറച്ചേ ചെയ്യട്ടെ, അല്ല നാളെ ആകട്ടെ എന്ന് പറഞ്ഞില്ലേ? ഓൻ മൃതമാണ്. ഓൻ അന്നും മൃതമാണ്. ഓൻ ജീവനില്ല. ഓന് ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട്, ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവൻ മനുഷ്യൻ എന്നതിൽ ജീവനില്ല, മൃതമാണ്. എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ അമൃതമാകുന്നു. നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ ഉണർന്നത് എന്തിനാ? ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഒരു അറിവ് എനിക്കിന്ന് നേടാനോ, ഇന്നലെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ചിന്ത ഞാൻ ചിന്തിക്കാനോ, ഇന്നലെ കേൾക്കാത്തൊരു പാട്ട് ഞാൻ കേൾക്കാനോ, ഇന്നലെ ഇല്ലാത്ത ഒരു വസ്തു ഞാൻ നിർമ്മിക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ അറിവിനെ നിരന്തരം നവീകരിക്കണം. അതാ നവരാത്രി. എന്നാൽ മാത്രമേ അത് അമൃതമാവുകയുള്ളൂ. പുതിയത് പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണം. ഇത് വർദ്ധിപ്പിക്കാൻ അധി എന്ന് പറഞ്ഞ പ്ലസ്സാ. ആ പ്ലസ്സിലേക്ക് നമ്മുടെ കുട്ടികളെ യാത്ര ചെയ്യിപ്പിക്കുന്നവനെയാണ് ഗുരു എന്ന് പറയാ. ഗുരുവിനെ നമ്മൾ എന്താ മലയാളത്തിൽ പറയാ? അധ്യാപകൻ. അധ്യാപകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അധി എന്ന് പറഞ്ഞ പ്ലസ് ആണ്. 2024 അതിവർഷമല്ലേ? എന്തുകൊണ്ടാണ് അതിവർഷമായത്? ഫെബ്രുവരി 28 സാധാരണ മാസം. എന്നാൽ 4 കൊല്ലം കൂടുമ്പോൾ ഒരു മാസം ഫെബ്രുവരി 29 ആവും. അത് ഇക്കൊല്ലായിരുന്നു. ഒരു ദിവസം കൂടുതലുണ്ട്. അതുകൊണ്ട് 366 ദിവസമുണ്ട് ഇക്കൊല്ലം. അതുകൊണ്ട് ഒരു ദിവസം പ്ലസ് ഉള്ളത് കൊണ്ട് ഇത് അതിവർഷമാണ്. അധി എന്ന് പറഞ്ഞ പ്ലസ് ആണ്. യാപകനോ? യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. യാപകൻ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. തൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളെ അതിയിലേക്ക് കൂടുതലിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ് അധ്യാപകൻ. തനിക്കറിയുന്നത് മാത്രം പഠിപ്പിച്ചവൻ അധ്യാപകനല്ല. തനിക്കറിയാത്തത് കുട്ടികൾ പഠിക്കുമ്പോഴാണ് അധ്യാപകൻ ഉണ്ടാവുന്നത്. അത്തരത്തിൽ നമ്മൾ നവരാത്രി വിദ്യാദേവതയെ പൂജിക്കുമ്പോൾ നമ്മൾ പ്ലസ് ആവണം. ആ ബുദ്ധിശക്തി വർദ്ധിക്കുമ്പോൾ ആ ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഒന്ന് പ്രകൃതി. ഞാൻ ഇത്രയേരം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. ആദ്യത്തെ 3 ദിവസം പാർവതിയും, പിന്നത്തെ 3 ദിവസം ലക്ഷ്മിയും, അവസാനത്തെ 3 ദിവസം സരസ്വതിയാണ് ഈ 9 ദിവസങ്ങളിൽ പ്രാധാന്യം. ആ ആദ്യത്തെ ദിവസം 3 ദിവസം പാർവതിയും, പർവ്വതത്തിന്റെ താഴ്വരയാണ് പാർവതി. പർവ്വതത്തിന്റെ പുത്രി. അത് ഭൂമിയാണ്, അത് പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ മനുഷ്യന്റെ അധ്വാനം ചേർക്കുമ്പോഴാണ് ലക്ഷ്മി ഉണ്ടാവുന്നത്. എന്താ ലക്ഷ്മി? സമ്പത്ത്. പണം വേണ്ടേ?
ഭക്ഷണം വേണ്ടേ, പാർപ്പിടം വേണ്ടേ, റോഡ് വേണ്ടേ, പാലം വേണ്ടേ, എല്ലാം വേണം. അത് സമ്പത്താണ്. ഇന്നത്തെ 3 ദിവസം മഹാലക്ഷ്മി. ഇന്നെത്രാമത്തെ ദിവസം? ഇന്ന് 5-ാമത്തെ ദിവസം. അപ്പൊ ഇന്നും നാളെയും കൂടി, ഇന്നലെയും ഇന്നും നാളെയും മഹാലക്ഷ്മിയാ സമ്പത്ത്. മറ്റന്നാൾ മുതൽ അതാ പുസ്തക പൂജ അവസാനം വരുന്നത് അല്ലേ. മറ്റന്നാൾ മുതൽ സരസ്വതിയാണ്. അവസാനം എത്തുമ്പോഴേക്ക് ഇത് 3ഉം ചേർന്നിട്ട് ദുർഗയാവും. പാർവതിയും ശക്തിയും ലക്ഷ്മിയും സരസ്വതിയും ചേർന്നിട്ട് ദുർഗയായി മാറും. ആയുധ പൂജ, സരസ്വതിയുടെ സൗന്ദര്യ പൂജ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രകൃതിയും വേണം, സമ്പത്തും വേണം, സൗന്ദര്യബോധവും വേണം, കലയും വേണം, അറിവ് വേണം. ഇത് 3ഉം ചേരണം. ഇത് 3ഉം ചേരുമ്പോഴാണ് സത്യവും ജ്ഞാനവും ആനന്ദവും ഉണ്ടാകുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും മനോഹരമായ വരിയാണ് നീ സത്യം ജ്ഞാനം ആനന്ദം. ജ്ഞാനത്തിൽ ആനന്ദം കാണുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും സുഖകരമായ ആനന്ദം സച്ചിദാനന്ദമാണ്. എന്താ ഈ സച്ചിദാനന്ദം? സത്ത് ചിത്ത് ആനന്ദം. സത്തിനെ അന്വേഷിച്ച് സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം. എന്താ സത്യത്തെ അന്വേഷിക്കുക? ഈ ഭൂമിയിൽ ഒരുപാട് അസത്യങ്ങളുണ്ട്, അർദ്ധസത്യങ്ങളുണ്ട്, അപൂർണ സത്യങ്ങളുണ്ട്. ഈ അസത്യം ഒരു സത്യ അറിയോ? ഒരു കളവ് പറഞ്ഞതിന്റെ പേരിൽ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അസത്യം സത്യമാകുന്നു. ഒരു കളവ് പറഞ്ഞിട്ട് ഒരാളുടെ ജീവൻ രക്ഷപ്പെട്ടു. ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കയറി ഒളിച്ചു. അപ്പൊ പറയെ കുറച്ച് ആളുകൾ ആയുധവുമായിട്ട് വന്നിട്ട് പറയാ ഇതിലെ ഒരുത്തൻ ഓടി വന്ന് പോന്ന കണ്ടോ? അപ്പോ ഈ വീട്ടുകാരൻ ഒരു അസത്യം പറഞ്ഞു. അയാളല്ലേ അങ്ങ് കാണുന്ന ഓട്ടോറിക്ഷ കയറി സ്ഥലം വിട്ടത്? അസത്യല്ലേ പറഞ്ഞത്? ഓൻ ഓട്ടോറിക്ഷ കയറി പോയോ, എന്നാ പിന്നെ നോക്കാം ഓനെ. അവര് തിരിച്ചുപോയി. അത് അസത്യമാണ്. പക്ഷേ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയത് കൊണ്ട് അത് സത്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു അനുഭവ കഥ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം കുറെ നാളായിട്ട് പട്ടിണി കിടക്കുകയായിരുന്നു. ഒരു ദിവസം എന്തോ പണി കിട്ടിയിട്ട് കുറച്ച് പൈസ കിട്ടി. ഈ പൈസ കിട്ടിയപ്പോ വിശന്നിട്ട് ഹോട്ടലിൽ കയറി മിഷ്ടാന്നം ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ പേഴ്സ് പോക്കറ്റ് അടിച്ചു. പേഴ്സില്ല, പൈസയില്ല എന്ന് പറഞ്ഞപ്പോ ഹോട്ടൽ മുതലാളി ചീത്ത പറയാൻ തുടങ്ങി. കാവിളടച്ച ഒരു അടിയും കൊടുത്തു. പൈസ ഇല്ലാണ്ടടാ തിന്നാൻ വന്നതിന്, എന്നിട്ട് പോക്കറ്റ് അടിച്ചു എന്ന് പേരോ? അയക്കട അതിന്റെ ഷർട്ട് അയപ്പിച്ചു. മുണ്ടയിക്കട എന്ന് പറഞ്ഞു. ഇയാൾ കണ്ണെന്ന് വെള്ളം വരാൻ തുടങ്ങി. മുണ്ടയിക്കണ ആള് ഒരു ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ നഗ്നനായിട്ടും ആളുടെ മുന്നിൽ ഇരിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇയാൾ സങ്കടപ്പെട്ട് കണ്ണീർ വാർത്ത് നിൽക്കുമ്പോൾ ഒരുത്തൻ ഓടി വന്നിട്ട് പറഞ്ഞു, എന്തൊരു ദുഷ്ടനാ നിങ്ങൾ ഈ ഹോട്ടൽ മുതലാളിയോട് പറഞ്ഞു, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരാളെ അപമാനിക്കാവോ? എത്രയാ ഇയാളെ പൈസ പറഞ്ഞു, ഞാൻ തരാം. ആ പൈസ കൊടുത്തു. പൈസ കൊടുത്തിട്ട് ഇയാളെയും ബഷീറിനെയും കൂട്ടിപ്പോയി. ബഷീറിന് ദൈവമായിട്ട് തോന്നി. തൻ്റെ മാനം രക്ഷിച്ച ആ പൈസ കൊടുത്ത മനുഷ്യൻ ദൈവമായി തോന്നി. ആ മനുഷ്യൻ ബഷീറിനെ കൂട്ടിക്കൊണ്ടുപോയി ആരുമില്ലാത്തൊരു ഇടവഴിയിലെത്തിയിട്ട് തൻ്റെ ഷർട്ട് പൊതിച്ചിട്ട് കുറെ പേഴ്സ് കാണിച്ചിട്ട് ചോദിച്ചു, ഇതിലേതാ നിങ്ങളെ പേഴ്സ്? ഇത് മോട്ടിച്ച വിദ്വാനായത് മനസ്സിലായോ? നിങ്ങളെ പേഴ്സ് ഏതാ, അത് എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ കള്ളനെ ദൈവമായി കണ്ടല്ലോ. നല്ല രസമുള്ള കഥയാണ്. കഥയുള്ള ജീവിതാനുഭവമാണ് കേട്ടോ ബഷീർ. അപ്പോ അസത്തുണ്ട്, അർദ്ധസത്യമുണ്ട്, അസത്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ അസത്യമുണ്ട്, സത്യമുണ്ട്. അറിയാവോ? നിങ്ങളുടെ ജീവൻ സത്യമാണ്, ഈ ശരീരം അസത്താണ്. അസത്യം എന്ന് പറയുന്നില്ലേ? എന്താ ഈ അസത്യം? സത്ത് ചേരുന്നത് കൊണ്ടാണ് ഈ ജീവന് വില, ഈ ശരീരത്തിന് വില. നിങ്ങളെ ജീവൻ അങ്ങ് പോയെങ്കിൽ ആരെങ്കിലും ഈ അമ്പലത്തിൽ കൊണ്ട് ഇരുത്തുവോ? മൂക്കിൽ പഞ്ഞിയും വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാൻ വിടുവോ? കാരണം അസത്താ. ജീവൻ പോയാൽ വേഗം കത്തിച്ചു കളയണല്ലേ, മണ്ണിനുള്ളിൽ കുഴിച്ചിടണം അല്ലേ? അസത്താണ്. ഈ സത്ത് ചേരുന്നത് കൊണ്ടാണ് ഇതിലുള്ളതെല്ലാം സത്താവുന്നത്. തിക്കുറിശി സുകുമാരൻ നായർ എന്ന് പറയുന്ന സിനിമാ നടനെ അറിയാലോ നിങ്ങൾക്ക്? മുത്തശ്ശനായിട്ടുള്ള അഭിനയിച്ച അദ്ദേഹം നല്ല പാട്ടെഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്. ഭാര്യയുടെ മുടിയെ നോക്കിയിട്ട് ഭർത്താവ് പാടുക, കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം എന്ന് പാടുക.
അത് കേട്ടിട്ട് ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷം. എന്താ പറഞ്ഞ്, നിന്റെ മുടിക്ക് വേറെ ഹെയർ ഓയിലൊന്നും വേണ്ട, മുങ്ങിമണമൊന്നുമില്ല, നല്ല സുഗന്ധമുണ്ട്. അത് കേട്ടപ്പോ പെണ്ണുങ്ങൾക്ക് പിന്നെ അതേ കേൾക്കണ്ടു. നല്ല സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഭർത്താവിന്. ഭർത്താവ് അത് വാരി തിന്നുമ്പോ നേരത്തെ വർണ്ണിച്ച സാധനതാന്ന് കൈമന്ന് ബലിയുന്നു. ഒരു ഉരുള ചോറിന്ന് ബലിന്ന് എന്തെന്ന് ആ മുടി അതെടുത്തിട്ട് കൂന്തൽ കെട്ടിനെന്തിനെന്ന് പാടുവോ? കാരണം ഈ സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ ഈ മുടി സത്താവുന്നുള്ളൂ. ഇതിൽ നിന്ന് വേർപെട്ട അസത്ത. നഖം മുറിച്ചു മാറ്റി ആരും സൂക്ഷിക്കാറില്ല, അത് അസത്താണ്. പല്ല് കൊഴിഞ്ഞു പോയാൽ സൂക്ഷിക്കാറില്ല, അത് അസത്താണ്. വായക്കകത്തിരിക്കുന്ന ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ വയറ്റിലേക്ക് ഇറക്കുന്ന പുണ്യജലമാണ്. പക്ഷെ വായക്ക് പുറത്തു വന്നാൽ അത് വെറും തുപ്പലാണ്, അസത്താണ്. ഈ സത്തങ്ങ് പോയാൽ ഈ ശരീരം അസത്താണ്. അത് തമിഴന്മാർക്കറിയാട്ടോ, തമിഴ്നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് അവർ ആരെങ്കിലും മരിച്ചു പോയാ എന്ന് പറയും, സത്ത് പോയാച്ച്. ഓ സത്ത് പോയാച്ച്, നമ്മളത് ചത്തുപോയി നാക്കി, അതാ പറ്റിയത്. സത്തുപോയി. ഈ സത്താണ് പുഷ്പിക്കേണ്ടത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ ധാരണ അവരുടെ മനസ്സും ഹൃദയവും സത്ത് പുഷ്പിക്കലല്ല, അവരുടെ ശരീരത്തിന് വേണ്ടിയുള്ള ഭക്ഷണത്തിനോടുക. ശരീരം പദാർത്ഥമാണ്, ശരീരം പദാർത്ഥമാണ്. ഈ പദാർത്ഥമാണ് മനുഷ്യനെന്ന് തെറ്റിദ്ധരിച്ചാൽ അവന്റെ ആനന്ദം സച്ചിദാനന്ദമാവില്ല, ദുശ്ചിദാനന്ദമാ. സത്ത്, ചിത്ത്, ആനന്ദം, നല്ലത് സത്യവും ചേരുന്ന ചിത്തമുള്ള ആനന്ദമാണ് സച്ചിദാനന്ദം. ഇത് കൊടുക്കാൻ നമ്മുടെ വീട്ടിലും നാട്ടിലും കഴിയാതിരിക്കുമ്പോഴാണ് കുട്ടികൾ ശരീരത്തിന്റെ ആനന്ദത്തിന് ദുശ്ചിദാനന്ദം, പദാർത്ഥത്തിന് ആനന്ദം വേണമെങ്കിൽ പദാർത്ഥത്തിന്റെ അവസ്ഥകൾ വേണം. പദാർത്ഥം ഏതൊക്കെ അവസ്ഥയിലാ? ഖരമായിട്ടും ദ്രാവകമായിട്ടും വാതകമായിട്ടാണ് നിൽക്കുക. ആ ഖരത്തെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പുക, കഞ്ചാവ്, ഇതിന്റെ പിറകെ പോകുന്നതിന് കാരണക്കാർ ഈ കുട്ടികളല്ല, ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരാണ്. ബഹുഭൂരിപക്ഷം അച്ഛനമ്മമാരും നമ്മുടെ കുട്ടികൾക്ക് സച്ചിദാനന്ദം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാവുന്നത്. ഒരു കവിത ചൊല്ലിക്കൊടുക്കാറുണ്ടോ? ഒരു പാട്ടുപാടി കൊടുക്കാറുണ്ടോ? നിങ്ങൾ വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു സ്നേഹപ്രകടനം നടത്താറുണ്ടോ? ഇല്ല. പകരം വീട്ടിലെല്ലാം ഒത്തുചേർന്നിട്ട് ഓരോ ആളും ചത്വരത്തിൽ നിൽക്കാതെ ചതുരം നോക്കി നിൽക്കുകയാണ്. ചത്വരം മുറ്റമാണ്. മുറ്റത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്തിറങ്ങാറുണ്ടോ? രാവിലെ എഴുന്നേറ്റാൽ പണ്ട് മുന്നിലത്തെ വാതിൽ തുറക്കലാണ് ആദ്യത്തെ പണി. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഘ്യം കൊടുക്കും. എന്താ അർഘ്യം? ഒരാൾ വീട്ടിൽ വന്നാൽ ആദ്യം തന്നെ കുടിക്കാൻ വെള്ളം കൊടുക്കുക, കാല് കഴുകാൻ വെള്ളം കൊടുക്കുക. അത് ആദിത്യ മര്യാദ. കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത് ചെരുപ്പില്ലാത്ത കാലായതുകൊണ്ട് എന്തെല്ലാം ചവിട്ടിയിട്ടാ വരുന്നതെന്ന് അറിയാത്ത കൊണ്ടാണ് കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത്. ഇപ്പൊ ചെരുപ്പുള്ളത് കൊണ്ട് അത് കൊടുത്തില്ലേ കുഴപ്പമില്ല. പക്ഷെ വന്ന ഉടനെ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം. അത് ചായ, ഹോർലിക്സ്, ബൂസ്റ്റ് ഒന്നും വേണമെന്നില്ല. വെറും ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റിയ വെള്ളം കൊടുക്കണം കേട്ടോ. അല്ലാതെ വന്ന ആള് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് എന്നാ ഞാനിങ്ങ് പോട്ടപ്പാന്ന് പറയുമ്പോ അല്ലപ്പ ഇങ്ങക്ക് ചായന്റെ വെള്ളം കാച്ചം വേണേനോ എന്ന് ചോദിക്കുന്ന വൃത്തികെട്ട സ്വഭാവം പറ്റില്ല. വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം. അതാണ് അർഘ്യം. സൂര്യൻ അർഘ്യം കൊടുത്തിട്ട് മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ നോക്കി, പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ നോക്കി, തുമ്പികളെ നോക്കി, ആ പൂവിന്റെ സൗരഭ്യം നോക്കി, കണ്ണെത്താ ദൂരത്ത് കയ്യെത്തേണം, കയ്യെത്തും ദൂരത്ത് ചെന്നെത്തേണം, അത്തം പത്താടും മുറ്റത്തെ മുല്ലക്കെന്നൊരു പാട്ട് പാടാറുണ്ടോ? അരിമുല്ലപ്പൂവേ ഒരു പാട്ട് പാടാറുണ്ടോ? ഇല്ല. നിങ്ങളെല്ലാവരും വാതിൽ തുറക്കാറില്ല, ചത്വരത്തിൽ ഇറങ്ങാറില്ല, ചതുരം നോക്കും. രാവിലെ എണീറ്റ സ്റ്റാറ്റസ് നോക്കും അല്ലേ? അതും എടുത്തിട്ട് നേരെ ടോയ്ലറ്റ് പോകും. അവിടെ സുഖമായിട്ട് ഇരിക്കുക. ഇപ്പോ പണ്ടാണെങ്കിൽ മുട്ടും മടക്കി ഇരിക്കണം, വേഗം എണീറ്റ് പോകും. ഇപ്പൊ കസേരമേൽ ഇരിക്കുമ്പോഴത്തെ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആടെ ഇരുന്നിട്ട് ഇത് നോക്കാം. ചെറുപ്പക്കാർ അതും കൊണ്ടാണ് അതിൽ കയറുന്നത്. ആടുന്ന ഡൗൺലോഡിങ് പലതും, മേലെ നിന്നും ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ് നടക്കും ഒരേ സമയത്ത് അല്ലേ? അവിടുന്നാണ് ഈ ചതുരം നോക്കി, റീല് നോക്കി ഇരുന്നിട്ട് നമ്മുടെ കുട്ടികളുടെ സമയത്തെ വെറുതെ വേസ്റ്റാക്കി കളയുന്നു. പ്രിയപ്പെട്ടവരെ, മൊബൈൽ ഫോൺ നോക്കണ്ടെന്ന് ഞാൻ പറയുന്നു. അതിനൊക്കെ ഒരു പരിധിയുണ്ട്, സമയമുണ്ട്. അതിനൊരു കൺട്രോൾ വേണം. കൺട്രോൾ ഇല്ലാതെ ഇതും നോക്കിയിട്ട് ഞാൻ എത്ര സമയം ഇരിക്കുന്നെന്ന് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ രക്ഷിതാവായാലും കുട്ടിയായാലും അടിയന്തിരമായിട്ട് നാളെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. എന്തോ തകരാറുണ്ട്.
യെസ്, ഇതിൽ വരുന്ന ഓരോന്നിനും ടച്ച് ചെയ്യുന്നത് യെസ് 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 ആണ്. എന്നാ യെസ് എന്ന് പറയുന്നത് പോലെ നോ എന്ന് പറയുന്നില്ല തൻ്റെ ഉണ്ടാവണം. ഇതില്ലാത്തത് കൊണ്ടാണ് ശരീരം ശരീരം ശരീരം, ഭക്ഷണം ഭക്ഷണം ഭക്ഷണം. മക്കല്ല ഒരുപാട് പേരുണ്ട്, പക്ഷെ മരിച്ച ഒറ്റ പേരേ ഉള്ളൂ, ശവം, അല്ലേ? എന്നാ കോഴിക്ക് മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂ, കോഴി. പക്ഷെ മരിച്ചാൽ 28 പേരാ കോഴിക്ക്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65 പറന്നടിച്ച് ഇത് മുഴുവൻ തിന്നുക. ഈ പദാർത്ഥം 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 അങ്ങനെ വളരുമ്പോ സച്ചിദാനന്ദത്തിന് പകരം ദുശ്ചിദാനന്ദം വളരുന്നു, അറിവ് വളരുന്നു, തോന്യാസവും വളരുന്നു. കുട്ടികൾ ഇപ്പൊ പാട്ട് പാടുന്നു, കാട്ട് തോന്യാസം, തനി നിറമെടുത്തണിയണ നെഞ്ചേ കാട്ട് തോന്യാസം. ഇപ്പൊ കുട്ടികൾ ഏറ്റവും കൂടുതൽ പാടിത്തുള്ളുന്ന ആവേശ സിനിമയിലെ പാട്ടാണ് മാതാപിതാക്കളെ മാപ്പുൾ, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം. വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത നാട്ടിൽ ഇപ്പോ വഴി തെറ്റാനുമുണ്ട് അവകാശം. തനി നിറമെടുത്തണിയണ നെഞ്ചേ കാട്ട് തോന്യാസം. കാരണം എന്താ? അവര് സരസ്വതിയിലേക്കും ലക്ഷ്മിയിലേക്കും ആർദ്രതയിലേക്കും സൗന്ദര്യബോധത്തിലേക്കും നമ്മൾ അവരുടെ ഹൃദയത്തെ നയിച്ചില്ല, മനസ്സിനെ നയിച്ചില്ല. പകരം അവരെ ഇവിടുന്ന് അങ്ങേക്ക് വിട്ടു. എവിടെ? എയറിലേക്ക് വിട്ടു. അവിടെ ഒരു ക്ലബിൽ അംഗമാടുത്തു. ആ ക്ലബിന്റെ പേരാണ് ഇല്ലൂമിനാട്ടി. ഇല്ലൂമിനാട്ടി കേട്ടിട്ടുണ്ടോ പാട്ട്? ഇല്ലൂമിനാട്ടി. ആ ഇല്ലുമിനാട്ടി ആവാൻ എന്താ യോഗ്യത? ഒരു ജ്യൂസ് കുടിച്ചാൽ മതി പോലും. ഇല്ലുമിനാട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു ജ്യൂസ് കുടിച്ചാൽ മതി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത്? ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ജ്യൂസ് ഏതാണെന്നറിയോ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. എന്തൊരു ഭീകരതയാണ്! കാളി പോലും ഉണ്ടാവില്ല, മഹാകാളി മഹിഷാസുരനെ കൊന്നിട്ട് ചോര നാവിൽ നിന്ന് ഒഴുകി വന്ന കാളിക്ക് പോലും കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടുണ്ടാവില്ല. എന്തൊരു ഭീകരതയാണ്! എന്താണത്? ദുശ്ചിദാനന്ദം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം സർഗാത്മകമാണ്. സംഗീതം നാദരൂപിണി. 51 അക്ഷരാളി. പുസ്തകങ്ങൾ വായിക്കൂ. പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ഒരു മാസം നീക്കി വെച്ചു, കർക്കടക മാസം. അഭിമാനത്തോട് നമ്മൾ പറഞ്ഞു. പക്ഷെ കർക്കടകം 31 ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം പൂട്ടിയ പിന്നെ അടുത്ത 11 മാസം ഒന്നും തൊടൂല, ഒരക്ഷരം വായിക്കൂല. എന്ത് കാര്യം? അതുകൊണ്ട് പുസ്തകത്തെ പൂജിക്കാനുള്ളതല്ല, പുസ്തകത്തെ പൂജിക്കുന്നത് അതിൻ്റെ മേലെ തുളസിയും ഭസ്മവും പുഷ്പവും ചന്ദനവും പൂശുമ്പോഴല്ല, ആ അക്ഷരങ്ങളിൽ നിങ്ങളുടെ മനസ്സിന്റെ ആർദ്രത പൂശുമ്പോഴാണ് പുസ്തകം പൂജിക്കപ്പെടുന്നത്. അതുകൊണ്ട് പൂജിച്ച പുസ്തകം പുറത്തെടുത്ത് തുറന്നു വായിക്കൂ. നിരന്തരം വിദ്യയെ അമൃതമാക്കൂ, ചലിച്ചുകൊണ്ടിരിക്കൂ. അശ്നുതേ, മരണം വരെ എല്ലാ കാലത്തും അശ്നുതേ, അനിശം, എല്ലാ കാലത്തും. ഇവിടെ നേരത്തെ പരസ്യം റെക്കോർഡ് ചെയ്തതിനിടയിൽ ഒരു പാട്ടിന്റെ മ്യൂസിക്കാ വെച്ചത് കേട്ടിട്ടുണ്ടോ? ആ പാട്ടിന്റെ മ്യൂസിക് നിങ്ങൾ ആരോ തിരിച്ചറിഞ്ഞു? എൻ്റെ സുഹൃത്താണ് പ്രശാന്ത് പാട്ടിയാണ് റെക്കോർഡ് ചെയ്തത്. അതിലൊരു പാട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ പരസ്യം മാത്രം ശ്രദ്ധിച്ചു. അതിലൊരു മ്യൂസിക് ഉണ്ടായിരുന്നു. ഗോപാലക പാഹി മാം അനിശം അനിശം തവ പദരഥമയി ഗോപാലക പാഹി മാം അനിശം തവ പദരഥമയി ഗോപാലക പാഹി മാം അനിശം 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 പാപ വിമോചന പവിതരാദിനതപദപല്ലവ താനാതിരിധം തരി ഉദരിതതിത്തിലാനതിലന തനതരി ധിത്താകൃതകജം ജം ധിത്താകൃതകജം ജം ധിത്താകൃതകജം ജം ഗോപാലക പാഹി മാം അനിശം. എല്ലായ്പ്പോഴും നിങ്ങൾ വിദ്യാമൃതമാശ്നുതേ എല്ലാ കാലത്തേക്കും വളർത്തിക്കൊണ്ടിരിക്കുക, മരണം വരെ വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസ്കാരത്തെ പുഷ്പിക്കാൻ നിങ്ങളുടെ വീടും ഹൃദയവും മനസ്സും ചലനങ്ങളും ചിന്തകളും ആർദ്രതയും അറിവും ചേർത്തിട്ട് പ്രകാശപൂർണമാക്കാൻ ഈ നവരാത്രി ഉത്സവം നിങ്ങൾക്ക് പ്രേരകമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇനി കലാപരിപാടികളോടുകൂടി ഞാൻ നീട്ടുന്നില്ല. 1 മണിക്കൂർ എന്നോട് പറഞ്ഞത്. സമയം ഇപ്പോൾ
65 പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇങ്ങനെ ഈ മഴയത്തും ഈ പെരുമഴയത്തും ഇത്രയും മനുഷ്യരിവിടെ വന്നിട്ട് കേൾക്കാൻ, കലാപരിപാടി കാണാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആർദ്രതയുടെ നല്ല ലക്ഷണമാണ്. അതിനെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ നവരാത്രി ആഘോഷ പരിപാടിയിൽ നിങ്ങളോട് സംവദിക്കാൻ എന്നെ ക്ഷണിച്ച ശ്രീ കളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രം എടച്ചേരിയുടെ അമ്പല കമ്മിറ്റിയുടെ ട്രസ്റ്റി ബോർഡിനും ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കലാപരിപാടി കേൾക്കാൻ വന്നിട്ട് കലാപരിപാടി അല്ലെങ്കിലും എൻ്റെ കലാപ പരിപാടിയും കേട്ടിട്ട് ഒരു ബഹളവും ഇല്ലാതെ അടങ്ങിയിരുന്നതെന്ന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു.